അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയയുടെ തുടക്കം കണ്ടിരുന്നു. അതായത് ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഇക്വേഷൻസും ഡെറിവേഷനും അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഹാഫ് ലൈഫ് പീരീഡും അതുപോലെ ലാംഡ ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. പിന്നീട് നമ്മൾ റേഡിയോ ആക്റ്റീവ് റേസ് 3 ടൈപ്പാണ്, അല്ലെങ്കിൽ 3 ടൈപ്പ് ഡി കെ ആണുള്ളത്. ആൽഫ, ബീറ്റ ആൻഡ് ഗാമ ഡി കെ. ഇതിൽ ആൽഫ ഡി കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ബീറ്റ ഡി കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത് കണ്ടു. അപ്പൊ ആൽഫ ഡി കെ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യുന്നതാണ്. ഹീലിയം ന്യൂക്ലിയസ് എമിറ്റ് ചെയ്യുമ്പോൾ പാരന്റ് ന്യൂക്ലിയസും ഡോട്ടർ ന്യൂക്ലിയയും കൺസിഡർ ചെയ്യുമ്പോൾ ഡോട്ടർ ന്യൂക്ലിയസിന്റെ ഈ ആൽഫയുടെ കൂടെ വരുന്ന ആ ഡോട്ടർ ന്യൂക്ലിയസിന്റെ ആറ്റോമിക് നമ്പർ 2 കുറഞ്ഞിട്ടുണ്ടാവും. ഇനി ബീറ്റ ഡി കെ ആണെങ്കിൽ ബീറ്റ നമ്മൾ പണ്ട് കേട്ടിരുന്നത് ബീറ്റ മൈനസ് ഡി കെ മാത്രമേ, ഇലക്ട്രോൺ എമിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ബീറ്റ ഡി കെ 2 ടൈപ്പ് ഉണ്ട്. ബീറ്റ പ്ലസും ബീറ്റ മൈനസും ഉണ്ട്. ഇലക്ട്രോൺ എമിറ്റ് ചെയ്യുന്നതുകൊണ്ട് പോസിട്രോൺ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടും അതിന്റെ ന്യൂക്ലിയസിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ കണ്ടു. അപ്പം ഒരു കേസിൽ ന്യൂട്രോൺ പ്രോട്ടോൺ ആയി മാറുന്നതും ഒന്നില് പ്രോട്ടോൺ ന്യൂട്രോൺ ആയി മാറുന്ന 2 റിയാക്ഷൻസ് ആണ്. അപ്പൊ എപ്പോഴും ഓർക്കുക, ഇലക്ട്രോൺ എമിഷൻ എവിടെ ഉണ്ടാവുന്നോ അതിന്റെ കൂടെ ആന്റി ന്യൂട്രിനോ ഉണ്ടാവും. ഈ പോസിട്രോൺ എമിഷൻ എവിടെ ഉണ്ടാവുന്നോ അവിടെ അതിന്റെ കൂടെ ന്യൂട്രിനോ ഉണ്ടാവും. പോസിട്രോണും ന്യൂട്രിനോയാണ് ഇലക്ട്രോണും ആന്റി ന്യൂട്രിനോ ഇത് ഒരുമിച്ചാണ് എമിറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഈ എമിഷനിൽ എന്താണെന്ന് വെച്ചാല് ഇതിലാണ് നമ്മൾ വീക്ക് ന്യൂക്ലിയർ റിയാക്ഷൻസ് വരുന്നത്. നമ്മൾ ഫണ്ടമെന്റൽ ഫോഴ്സസിൽ അല്ലെങ്കിൽ പഠിച്ച വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ എമിഷനിലാണ്, അല്ലെങ്കിൽ ബീറ്റ ഡി കെയിലാണ് നടക്കുന്നത്. എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമുക്ക് ഗാമ ഡി കെയിലേക്ക് പോകാം. അപ്പൊ ഗാമ ഡി കെ എന്ന് പറയുന്നത് ഫോട്ടോൺസിന്റെ എമിഷൻ ആണ്, അല്ലെങ്കിൽ ഗാമ റേസ്. ഗാമ റേസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ എനർജി റേഡിയേഷൻസ് ആണ്. നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആ സംഭവം പഠിക്കാനില്ലായിരുന്നു. അപ്പം റേഡിയേഷൻസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അതിന്റെ ഫ്രീക്വൻസി അനുസരിച്ച് അറേഞ്ച് ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും ഫ്രീക്വൻസി കുറഞ്ഞത് റേഡിയോ വേവ്സ് ആണ്. റേഡിയോ വേവ്സിന്റെ അതിൽ തന്നെ വരുന്നതാണ് മൈക്രോവേവ്. റേഡിയോ വേവില് ഫ്രീക്വൻസി കൂടിയത്. അപ്പം നെക്സ്റ്റ് വരുന്നത് ഇൻഫ്രാറെഡ് ആണ്, പിന്നെ വിസിബിൾ ലൈറ്റ്, പിന്നെ അൾട്രാ വയലറ്റ്, പിന്നെ എക്സ്റേ, ഗാമാറേ. ഇതിൽ ഗാമാറേ ആണ് ഏറ്റവും ഫ്രീക്വൻസി കൂടിയ റേഡിയേഷൻസ്. നെക്സ്റ്റ് എക്സ്റേ. അപ്പൊ അങ്ങനെ ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗാമ എമിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ, ഇലക്ട്രോൺ ഓർബിറ്റുകൾ ഉള്ളതുപോലെ ഇലക്ട്രോണിന്റെ നമ്മൾ ഗ്രൗണ്ട് ലെവലും അതുപോലെ തന്നെ എക്സൈറ്റഡ് ലെവലും ഉണ്ട്. അപ്പൊ അതുപോലെ തന്നെ ന്യൂക്ലിയർ സ്റ്റേറ്റിലും ന്യൂക്ലിയസിനും എന്താണ് അതിന്റെ ഗ്രൗണ്ട് ലെവലും എക്സൈറ്റഡ് ലെവൽസും ഉണ്ട്. അപ്പം സാധാരണ ഒരു ആൽഫ അല്ലെ ബീറ്റ ഡി കെ നടന്ന് കഴിഞ്ഞ ന്യൂക്ലിയസ് അത് ഒരു ന്യൂക്ലിയസിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്ന സമയത്താണ് ഗാമ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത്. ന്യൂക്ലിയർ എനർജി ലെവല് MEV ഓർഡറിലാണ്. ഇലക്ട്രോണിന്റെ എനർജി ലെവലൊക്കെ നമ്മൾ ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ KeV ഓർഡറിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ ബൈൻഡിങ് എനർജി ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ MEV റേഞ്ചിൽ, മെഗാ ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലാണ് വരുന്നത്, ഹൈ എനർജിയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് എമിറ്റ് ചെയ്യുന്നത് റേഡിയേഷൻസ് അല്ലെങ്കിൽ ഗാമ റേസ് എമിറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിന്റെ നോട്ടിലേക്ക് പോകാം. ഞാൻ 2 പേജും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് പോകുന്നതിന് മുന്നേ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇലക്ട്രോൺ, പോസിട്രോൺ, ന്യൂട്രോൺ ഇങ്ങനെയുള്ള എലിമെന്ററി പാർട്ടിക്കിൾസിന് നമ്മൾ ആറ്റോമിക്, അത് ആറ്റത്തിന്റെ ഉള്ളിൽ വരുന്ന ഒന്നല്ലേ, ആറ്റോമിക് നമ്പർ ഇല്ല. പക്ഷെ നമ്മൾ ഇക്വേഷൻസ് ഒക്കെ ബാലൻസ് ചെയ്താൻ വേണ്ടി ചാർജ് നമ്പറും മാസ് നമ്പറും പറയും. ഈ ചാർജ് നമ്പറും മാസ് നമ്പറും എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ചാർജ് നമ്പർ എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ പോലെ താഴെ എഴുതുന്നതാണ് ചാർജ് നമ്പർ. മാസ് നമ്പർ ഓൾറെഡി അത് മുകളിൽ തന്നെ എഴുതുന്നതാണ് മാസ് നമ്പർ. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് നമ്പർ -1. നമ്മൾ 1 എന്ന് പറയുന്നത് ബേസിക് ചാർജ് ആയിട്ട് എടുത്ത് -1 ആണെന്ന് നോക്കാം. മാസ് നമ്പർ 0, കാരണം അത് മാസ് നമ്പറിലേക്ക് കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല, ഇലക്ട്രോൺ ന്യൂക്ലിയസിന് പുറത്താണ്, 0. ഇനി പോസിട്രോണിന്റെ ആണെങ്കിൽ ചാർജ് നമ്പർ +1, മാസ് നമ്പർ 0. ന്യൂട്രോണ് ചാർജ് ഇല്ല, നമുക്കറിയാം, പേരിൽ തന്നെ അറിയാം ന്യൂട്രോണ് ചാർജ് ഇല്ല. അപ്പോൾ ചാർജ് നമ്പർ 0 ആണ്. ഇനി മാസ് നമ്പർ, ന്യൂട്രോൺ ഉണ്ടെങ്കിൽ മാസ് നമ്പർ 1 കൂടും അല്ലെ.
അപ്പൊ അതുകൊണ്ട് മാസ് നമ്പർ 1. ഇനി പ്രോട്ടോൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഹൈഡ്രജന്റെ പ്രോട്ടിയത്തിന്റെ ന്യൂക്ലിയസ് ആണ്. H11 എഴുതാം, അല്ലെങ്കിൽ P ഉപയോഗിച്ച് എഴുതാം. ഞാൻ ഇവിടെ H എന്ന് എഴുതുന്നേ ഉള്ളൂ. ഇതിന്റെ ചാർജ് നമ്പർ 1, കാരണം പ്രോട്ടോൺ ഉണ്ടെങ്കിൽ ഒരു പ്രോട്ടോണിന്റെ ചാർജ് 1 ആണ് അല്ലെ. ഇലക്ട്രോണിന്റെ -1 ആണെങ്കിൽ പ്രോട്ടോണിന്റെ 1 ആണ് ഇലക്ട്രോണിക് ചാർജ് നമ്മൾ യൂണിറ്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ. ഇനി മാസ് നമ്പർ 1, കാരണം ഒരു പ്രോട്ടോൺ ഉണ്ടെങ്കിൽ മാസ് നമ്പറിൽ 1 വ്യത്യാസം വരും. ഇനി ന്യൂട്രിനോസ് ഉണ്ട്. ന്യൂട്രിനോ ഇങ്ങനെ കുറച്ചത് അധികം ഇപ്പൊ ന്യൂ എന്നുള്ള സിമ്പൽ ആണ്, അതായത് നമ്മൾ ഫ്രീക്വൻസി എഴുതുന്നത്. അപ്പൊ അതിന് ചാർജും ഇല്ല മാസും ഇല്ല, 0 ആണ്. ഇനി ഫോട്ടോൺ ആണെങ്കിലും ചാർജും ഇല്ല മാസും ഇല്ല. അപ്പൊ ഇത് നിങ്ങൾ എഴുതിയെടുക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞതിനൊപ്പം എഴുതിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞാൻ ഇത് നോട്ട് ഗ്രൂപ്പിലേക്ക് ഇടാം. അപ്പൊ ഇങ്ങനെ ഈ ചാർജ് നമ്പറും മാസ് നമ്പറും വെച്ച് നമുക്ക് ന്യൂക്ലിയർ റിയാക്ഷൻസ് എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പം പണ്ടൊക്കെ അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പാർട്ടിക്കിൾസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിൽ തന്നെ ആൽഫ ഡി കെയുടെ പ്രശ്നമൊന്നുമില്ല. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എലമെന്റ് തന്ന് ആൽഫ ഡി കെ ആണ് നടക്കുന്നത് വെച്ച് ഈ എലമെന്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാന്ന് ഇരിക്കാം. ഇത് യുറേനിയം അല്ല വേറെ എണ്ണ തന്നിരിക്കുന്നത്. ഇത് നമ്മൾ എലമെന്റ് കണ്ടുപിടിക്കുമ്പോൾ ഇവിടുത്തെ മാസ് നമ്പർ വന്നിട്ടുണ്ടാവും, ഇവിടത്തേത് നമുക്കറിയാം. അപ്പൊ Z-2 ചെയ്ത് നോക്കാം. ഇത് സെഡ് ആണ്, Z-2 ചെയ്ത് നോക്കുക. എന്നിട്ട് പീരിയോഡിക് ടേബിൾ, ക്ലസ് ടേബിൾ എടുത്ത് നോക്കുക, അത് ഏത് എലമെന്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പീരിയോഡിക് ടേബിൾ ഇപ്പം ബൈ ഹാർട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും പെട്ടെന്ന് തന്നെ. മാസ് നമ്പർ പ്രശ്നമില്ല, കാരണം എന്താണ്, ഐസോടോപ്സ് ഉണ്ടാവും അല്ലെ. അപ്പം ആറ്റോമിക് നമ്പർ നോക്കിയാൽ നമുക്ക് ആ എലമെന്റ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അതുപോലെ ഈ ബീറ്റ പ്ലസ് ഡി കെയില് ഇത് ബാലൻസ്ഡ് ആണോ എന്ന് നോക്കാം. അതായത് ബീറ്റ പ്ലസ് ഡി കെ എന്ന് പറയുന്നത് ന്യൂട്രോൺ, പ്രോട്ടോണും ഇലക്ട്രോണും ആന്റി ന്യൂട്രിനോയും ആയി മാറുന്നതാണ്. അപ്പം ന്യൂട്രോണിന്റെ നമ്മൾ എങ്ങനെ എഴുതും, 0 എഴുതും. പ്രോട്ടോൺ H അല്ലെങ്കിൽ P തന്നെ എഴുതാം, 1 എഴുതുന്നു. ഇലക്ട്രോൺ ആകുമ്പോൾ -1 0, പിന്നെ ആന്റി ന്യൂട്രിനോ 0 അത് പിന്നെ പ്രത്യേകിച്ച് എഴുതിയിട്ടൊന്നുമില്ല. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 1 -1 ചാർജ് നമ്പേഴ്സ് കൂട്ടുന്നു. 1 -1 0, ന്യൂട്രോണിന് 0 ആണ് അല്ലെ. ഇനി 1 + 0 1. അപ്പൊ അതായത് ഈ ന്യൂക്ലിയർ റിയാക്ഷന്റെ ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും നമുക്ക് വേണമെങ്കിൽ റിയാക്ടൻസും പ്രൊഡക്ട്സ് എന്നൊക്കെ പറയാം. ശരിക്കും ഇത് പാരന്റ് ന്യൂക്ലിയയും അല്ലെങ്കിൽ ഇവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും പറയും. പാരന്റ് ന്യൂക്ലിയ എന്ന് പറയാനും ഇല്ല, ഇത് ന്യൂട്രോൺ മാത്രമാണ്. അപ്പൊ ഇവിടെ മാസ് നമ്പറും ചാർജ് നമ്പറും ഈ റിയാക്ഷന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആണ് അല്ലെ. 1 + -1 0 ആണ്, 1 + 0 1 ആണ്. ഇനി ഈ റിയാക്ഷൻ, ഈ ന്യൂക്ലിയർ റിയാക്ഷൻ നോക്കുക. ഇതിന് നമുക്ക് പാരന്റ് ന്യൂക്ലിയ എന്ന് പറയാം, പാരന്റ് ന്യൂക്ലിയസ് എന്ന് പറയാം, ഡോട്ടർ ന്യൂക്ലിയ അല്ലെ. ഡോട്ടർ ന്യൂക്ലിയസും പിന്നെ ഇലക്ട്രോണും ആന്റി ന്യൂട്രിനോയും. അപ്പൊ ഇവിടെ നോക്കുക, ചാർജ് നമ്പർ ഇത് 15 എന്ന് പറയുന്നത് ഫോസ്ഫറസ് അല്ലെ, ഫോസ്ഫറസിന്റെ ചാർജ് നമ്പർ ആണ്. ഇത് സൾഫറിന്റെ ചാർജ് നമ്പർ ആണെന്ന് വിചാരിക്കുക. അത് ഇവിടെ ഈ കേസിൽ എന്താണ്, ഇത് ആറ്റോമിക് നമ്പറുമായിട്ട് ഈക്വൽ ആണ് അല്ലെ. അപ്പം 16 - 1 15 ബാലൻസ്ഡ് ആവും. 32 + 0 32 എന്ന് കിട്ടും. ഇനി നിങ്ങൾക്ക് ഇപ്പം ഒരു ക്വസ്റ്റ്യനിൽ ഈ സംഭവം തന്നിട്ടില്ല, ഈ എലമെന്റ് തന്നിട്ടില്ല, ഇലക്ട്രോണും ആന്റി ന്യൂട്രിനും ആണ് തന്നിരിക്കുന്നതെങ്കിൽ ബാലൻസ് ചെയ്തിട്ട്, അതായത് ഇവിടെ 15ഉം ഇവിടെ -1 വരുമ്പോൾ ഇവിടെ ഒരെണ്ണം കൂടി വരണം അല്ലെ. ഇവിടെ Z ആണെങ്കിൽ Z+1 ആയിരിക്കും നമ്മുടെ ഡോട്ടർ ന്യൂക്ലിയസിന്റെ ആറ്റോമിക് നമ്പർ. അപ്പം Z+1 ആവുമ്പോൾ ആ എലമെന്റ് ഏതാണെന്ന് നമുക്ക് പീരിയോഡിക് ടേബിൾ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നോക്കാം, നെക്സ്റ്റ് ബീറ്റ പ്ലസ് ഡി കെയുടെ 1 പ്രോട്ടോൺ ചേഞ്ചസ് ടു ന്യൂട്രോൺ, പോസിട്രോൺ ആൻഡ് ന്യൂട്രിനോ. ഞാൻ ഇവിടെ ന്യൂട്രോൺ 0 ഇട്ടു, പ്രോട്ടോൺ 1 1, ചാർജ് നമ്പറിനെ ന്യൂട്രോൺ 0 1, പോസിട്രോൺ +1 0 അല്ലെങ്കിൽ 1 0 തന്നെ ഇട്ടാൽ മതി. ഇലക്ട്രോൺ -1 ഇടുന്നതുകൊണ്ട് +1 ഇട്ടു, +1 0. നമുക്ക് ബാലൻസ്ഡ് ആണ്. ചാർജ് നമ്പർ 0 + 1 1, മാസ് നമ്പർ 1 + 0 1. ഈ 0 ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പം ഇത് ഒരു ബാലൻസ്ഡ് ന്യൂക്ലിയർ റിയാക്ഷൻ ആണ്. ഇനി ഇതുപോലെ ഇത് എലിമെന്ററി പാർട്ടിക്കിൾസ് വെച്ച് തന്നു. ആക്ച്വൽ ഒരു എലമെന്റ് വെച്ചാണ് തരുന്നതെങ്കിൽ, ന്യൂക്ലിയസ് വെച്ചാണ് തരുന്നതെങ്കിൽ ഇവിടെയും ഇത് ബാലൻസ്ഡ് ആണ്. ഇവിടെ 11, ഇവിടെ 10 + 1, ഇവിടെ 0 ആണ് അല്ലെ. 10 + 1 11 ബാലൻസ്ഡ് ആണ്. ഇവിടെ 22 + 0 ബാലൻസ്ഡ് ആണ്. അപ്പൊ ഇവിടെ ഈ പോസിട്രോൺ എമിഷൻ നിങ്ങളോട് പറഞ്ഞു. പോസിട്രോണിന്റെ കൂടെ എന്തായാലും ന്യൂട്രിനോ വരണം, അത് നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റും. ഇനി എലമെന്റ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും, ഇവിടെ Z ആണെങ്കിൽ Z-1 ആയിരിക്കും. Z-1 ഇവിടെ 22 ആണെങ്കിൽ ഇവിടെ
അല്ലെങ്കിൽ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ 29 ആയിരിക്കും. അപ്പൊ 29 ആറ്റോമിക് നമ്പർ വരുന്ന എലമെന്റ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ക്ലാസ് ടേബിൾ നോക്കി കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻസ് ബാലൻസ്ഡ് ആക്കാൻ പറ്റുന്നത്, അതായത് ന്യൂക്ലിയർ റിയാക്ഷൻസ് ബാലൻസ്ഡ് ആക്കാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഗാമ ഡി കെയിലേക്ക് പോകാം. അപ്പം ഗാമ ഡി കെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതായത് ആഫ്റ്റർ ആൽഫ ആൻഡ് ബീറ്റ എമിഷൻസ് ദ ന്യൂക്ലിയസ് വിൽ ബി ഇൻ ഇറ്റ്സ് എക്സൈറ്റഡ് സ്റ്റേറ്റ് വെൻ ഇറ്റ് കംസ് ടു ഇറ്റ്സ് ലോവർ സ്റ്റേറ്റ് ബൈ എമിറ്റിംഗ് റേഡിയേഷൻസ്. അത് ഹൈ എനർജി MEV ഓർഡറിലാണ്. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുക? ഫോട്ടോൺസ് കിട്ടും. ഇപ്പൊ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കൊബാൾട്ട് 2760, അത് ബീറ്റ മൈനസ് എമിഷൻ നടക്കുന്നു അല്ലെ. ബീറ്റ മൈനസ് എമിഷനിൽ എന്താ സംഭവിക്കുക? സെഡ് എന്നുള്ളത് സെഡ് പ്ലസ് 1 ആവും അല്ലെ. അപ്പം ആയി മാറുന്നത് നിക്കൽ 2860 ആണ്. ഒരു മിനിറ്റ്. അപ്പം ഇവിടെ കൊബാൾട്ട് നിക്കൽ 2860 ആയിട്ട് മാറുന്നതാണ്. നിക്കലിന് ഇട്ടിട്ടുള്ളൂ, 2860 ഇട്ടില്ല. അപ്പൊ ഇങ്ങനെ ഈ മായി മാറുമ്പോൾ അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ് അല്ലെ. അപ്പൊ നമ്മള് കെമിസ്ട്രിയിൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് കാണിക്കാൻ വേണ്ടി ഒരു സ്റ്റാർ ഇടും, അതുപോലെ ഞാൻ സ്റ്റാർ ഇട്ട് വെച്ചേ ഉള്ളൂ. അപ്പം നിക്കൽ 2860 എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. അത് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നത് ആ സമയത്ത് രണ്ട് സ്റ്റെപ്പായിട്ട്, രണ്ട് പ്രോസസ് ആയിട്ട്, രണ്ട് ഗാമ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നു. ആദ്യം 1.17 MEV ഉള്ള ഒരു ഫോട്ടോൺ അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു. പിന്നെ 1.33 MEV ഉള്ള രണ്ട് റേഡിയേഷൻസ് എമിറ്റ് ചെയ്തുകൊണ്ടാണ് നിക്കൽ, അതായത് കൊബാൾട്ട് ബീറ്റ എമിഷന് ശേഷം വരുന്ന നിക്കൽ എന്ന് പറയുന്നത് ഇതിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. രണ്ട് ഫോട്ടോൺസ് എമിറ്റ് ചെയ്തുകൊണ്ടാണ് അതിന്റെ ഡൗൺ സ്റ്റേറ്റിലേക്ക് വരുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ആൽഫ ബീറ്റ ഗാമ ഡി കെയുടെ ഒന്ന് ഒരുമിച്ച് എന്തൊക്കെയാണ് അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. എനിക്കൊന്ന് ഇതൊക്കെ ഹൈസ്കൂൾ ലെവലിലൊക്കെ പഠിക്കുന്നതാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റിലില്ല, പക്ഷെ ഈ നോട്ടിൽ വളരെ നന്നായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർട്ടി ആൽഫ ബീറ്റ ഗാമ. അപ്പം ഇത് ഓരോന്ന് ഈക്വലൻ ടു എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൽഫ എന്ന് പറയുന്നത് ഹീലിയം ന്യൂക്ലിയസ്, ബീറ്റ ഇലക്ട്രോൺ അല്ലെ പോസിട്രോൺ, ഗാമ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇനി ചാർജ് ആൽഫയുടെ പോസിറ്റീവ് ആണ്, ബീറ്റയുടെ ഇലക്ട്രോൺ ആണ് നെഗറ്റീവും, പോസിട്രോൺ ആണ് പോസിറ്റീവ് ആണ്, അത് എഴുതിയിട്ടില്ല. ഗാമ റേഡിയേഷന് നോ ചാർജ്. ഇനി ബിഹേവിയർ ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ചാർജ് ഉള്ളതുകൊണ്ട് ആൽഫയും ബീറ്റയും ദേ ആർ ഡിഫ്ലെക്റ്റഡ്. ഡിഫ്ലെക്റ്റഡ്. ഗാമയ്ക്ക് അല്ലെങ്കിൽ ഫോട്ടോൺസിന് ചാർജ് ഇല്ല, അപ്പം നോട്ട് ഡിഫ്ലെക്റ്റഡ്. ഇനി റെസ്റ്റ് മാസ്, ഇത് ഹീലിയം ന്യൂക്ലിയസ് ആയതുകൊണ്ട് ഈക്വൽ ടു ഹീലിയം. അതായത് സാധാരണ സ്പീഡ്, നല്ല സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നതാണ് ഈ ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻസ് ഒക്കെ. ആൽഫ എത്രയില്ല, ബീറ്റയും ഗാമയൊക്കെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സ്പീഡ് മൂവ് ചെയ്യാത്ത സമയത്തുള്ള മാസിനെയാണ് റെസ്റ്റ് മാസ് എന്ന് വിളിക്കുന്നത്. ഇനി പോസിട്രോണിന്റെ ഇലക്ട്രോണിന്റെ ഈക്വൽ ടു ഇലക്ട്രോൺ. ഇനി ഗാമ റേഡിയേഷൻസ് അല്ല ഫോട്ടോൺസിന് മാസ് ഇല്ല. ന്യൂട്രിനോസിന് മാസ് വളരെ കുറവാണ്, നമുക്ക് 0 എടുക്കാം, 0 റെസ്റ്റ് മാസ്. ഇനി സ്പീഡ് ആൽഫ റേഡിയേഷൻസിന് നല്ല വെലോസിറ്റി ഉണ്ട്, 1/10 ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ്, 3 × 10⁸ 1/10. അത് നല്ല വെലോസിറ്റിയാണ് അല്ലെ, ഹൈ വെലോസിറ്റിയാണ്, നമുക്കൊന്നും ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്ത വെലോസിറ്റിയാണ്. ഇനി ഇലക്ട്രോൺസ് ആണെങ്കിലും ഇത് 0.99C 1C അടുത്തെത്തുന്നുണ്ട്. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് അടുത്തെത്തും, പക്ഷെ ഈക്വൽ ആവുന്നില്ല, ഈക്വൽ ഒരിക്കലും ആവില്ല. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഗാമ റേസ് എന്നാൽ ഓൾറെഡി ലൈറ്റ് വേവ് തന്നെയാണ്, അതിന് C എന്ന് പറയുന്നതാണ് വെലോസിറ്റി. ഇനി പെനിട്രേറ്റിംഗ് പവർ, ഇത് ഹൈ റേഡിയേഷൻസ് ആണ്, നമ്മൾ ഇതുമായിട്ട് എക്സ്പോസ് ആയിട്ടുണ്ടല്ലോ, ഇപ്പൊ എക്സ്റേ ഗാമയൊക്കെ എക്സ്പോസ് ആയിട്ടുണ്ട്, നമ്മുടെ ബോഡി തന്നെ ഇത് തുളച്ച് കയറി ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാം. ഇതില് പെനിട്രേറ്റിംഗ് പവർ ഏറ്റവും കൂടുതൽ ഗാമ റേഡിയേഷൻസിനാണ്. പിന്നെയുള്ളത് ഈ ബീറ്റ റേഡിയേഷൻസ് ആണ്. പിന്നെയുള്ളതാണ് എന്താണ് ആൽഫ പാർട്ടിക്കിളിന് സൈസ് കൂടുതലായതുകൊണ്ടാണ് ഇതിനേക്കാളും ഇലക്ട്രോണിലെ ഗാമ റേഡിയേഷനേക്കാളും സൈസ് കൂടുതലാണ്, അതുകൊണ്ട് ലോ പെനിട്രേറ്റിംഗ് പവർ ആണ് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി അയണൈസിങ് പവർ എന്ന് പറയുന്നത് ഒരു മീഡിയത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ ആറ്റംസിനെ അയണൈസ് ചെയ്യണം, അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ അയണൈസ് ചെയ്യുകയാണ്, ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. അപ്പം കുറച്ച് ഫൈനൈറ്റ് സൈസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ
അത് ഏറ്റവും കൂടുതൽ ആൽഫ റേഡിയേഷൻസിനാണ് വെരി ഹൈ. പിന്നെ ഇലക്ട്രോൺ അല്ലെ ബീറ്റ റേക്ക് ഹൈ, ഗാമ റേക്ക് ലോ. ഇത് നമുക്ക് ഇത് ഒരുമിച്ച് റേഡിയേഷൻസിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ പറ്റിയ ഒരു ടേബിൾ ആണ്. ഇനിയുള്ളത് നമുക്ക് ന്യൂക്ലിയർ എനർജി എന്താണെന്ന് നോക്കാം. അപ്പൊ ഇതുവരെ നമ്മൾ റേഡിയോ ആക്ടിവിറ്റി, അപ്പം ഈ ചാപ്റ്ററിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സബ് പോയിന്റ്, ഒരുപാട് പോയിന്റ്, അതായത് എനിക്ക് 13.5 അങ്ങാണ്ടാണ് കുറേ ഡിവിഷൻസ് വന്നത്, അതുകൊണ്ടാണ് ഇത്രയും ടോപ്പിക് നീണ്ടു വന്നത്. അപ്പം നമ്മൾ ഇതുവരെ റേഡിയോ ആക്ടിവിറ്റിയും അതിന്റെ ലോസും പിന്നെ റേഡിയേഷൻസ് 3 ടൈപ്പ് ഡീറ്റെയിൽ ആയിട്ടുമാണ് കണ്ടത്. ഇനി ജനറൽ ആയിട്ട് ന്യൂക്ലിയർ എനർജി എന്താണെന്ന് നോക്കാം. അപ്പം അതായത് നമുക്ക് പല ടൈപ്പ് ഓഫ് എനർജി ഉണ്ട്. തെർമൽ എനർജി ഉണ്ട്, മെക്കാനിക്കൽ, കൈനറ്റിക്, അങ്ങനെ കുറെ ടൈപ്പ് എനർജി ഉണ്ട്. ഇനി നമ്മൾ വീടുകളിലൊക്കെ എനർജി സോഴ്സ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്. പിന്നെ ഇനിയുള്ളത് നമ്മുടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കോൾ അല്ലെങ്കിൽ പെട്രോളിയം, ഇങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പൊ ഇതില് ഒരു എക്സാമ്പിൾ പറഞ്ഞത് കൽക്കരി, കോൾ ബേൺ ചെയ്യുന്നത് 1 കിലോഗ്രാം കോൾ, 1 കിലോഗ്രാം കൽക്കരി കത്തിയാല് 10⁻⁷ ജൂൾസ് ഓഫ് എനർജി റിലീസ് ചെയ്യും. പക്ഷേ 1 കിലോഗ്രാം ഓഫ് യുറേനിയം ആണെങ്കിൽ അത് ഫിഷൻ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് 10⁻14 ജൂൾസ് ഓഫ് എനർജിയാണ് റിലീസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ 10⁻7 ടൈംസ് ലാർജർ ആണ്. 10⁻7 എന്ന് പറഞ്ഞാൽ 1 കോടി അല്ലെ, 1 കോടി ടൈംസ് കൂടുതലായിരിക്കും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി 1 കിലോഗ്രാം കൽക്കരിയും 1 കിലോഗ്രാം യുറേനിയം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ. ഈ ഹൈ എനർജിയുടെ കാരണം എന്ന് പറയുന്നത് ന്യൂക്ലിയർ എനർജി MEV ഓർഡറിലാണ്, മറ്റേത് കെമിക്കൽ എനർജിയാണ്. കെമിക്കൽ എനർജി KeV അല്ലെങ്കിൽ EV ഓർഡറിലാണ്, കെമിക്കൽ ബൈൻഡിങ് എന്ന് റിലീസ് ചെയ്യുന്ന എനർജി. ഇനി നമുക്ക് 2 ടൈപ്പ് ഓഫ് ന്യൂക്ലിയർ റിയാക്ഷൻസ് നോക്കാം, ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത് ഹൈ മാസ് നമ്പർ ഉള്ള ന്യൂക്ലിയസ് അണ്ടർഗോ ചെയ്യുന്നതാണ്. അപ്പൊ ആ തുടക്കത്തിൽ നമുക്കൊരു ബൈൻഡിങ് എനർജി കർവ് പഠിക്കാനുണ്ടായിരുന്നു, അത് ഇപ്പൊ ഇല്ല. അപ്പൊ ന്യൂക്ലിയർ ഫിഷൻ ആദ്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തത് എൻറിക്കോ ഫെർമി ആണ്. ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻസ് വെൻ ന്യൂട്രോൺ ബോംബാർഡഡ് വിത്ത് വേരിയസ് എലമെന്റ്സ്, ന്യൂ റേഡിയോആക്റ്റീവ് എലമെന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ന്യൂട്രോൺ ഒരു ഫാസ്റ്റ് പോലെ സ്ലോ മൂവിങ് ന്യൂട്രോൺസ് പോയിട്ട് ചില എലമെന്റ് ഹൈ എലമെന്റ്സുമായിട്ട് പോയി കൊളൈഡ് ചെയ്യുമ്പോൾ ആ എലമെന്റ് മാറി പുതിയ എലമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിന്റെ ഒപ്പം റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നത് കണ്ടു. അപ്പൊ അതാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബ്രേക്കിംഗ് അപ്പ് ഓഫ് എ ഹെവി ന്യൂക്ലിയസ് ഇൻടു ലൈറ്റർ ന്യൂക്ലിയസ്. ഒരു ഹെവി ന്യൂക്ലിയസ് ലൈറ്റർ ന്യൂക്ലിയായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിന്റെ എക്സാമ്പിൾ ഒരു എക്സാമ്പിളെങ്കിലും പഠിച്ചു നോക്കുക. ഇതാണ് നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ ആണ് ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ മെയിൻ എനർജി സോഴ്സ് ആയിട്ട്, ന്യൂക്ലിയർ എനർജിയുടെ മെയിൻ സോഴ്സ് ആയിട്ട് എടുക്കുന്നത് ന്യൂക്ലിയർ ഫിഷൻ. ഈ എക്സാമ്പിൾ തന്നെയാണ്, യുറേനിയം തന്നെയാണ് അധികം വരുന്നത്. അപ്പം യുറേനിയം 90 to 235 ഇത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അത് ഒരു പ്രോട്ടോണുമായിട്ട്, ഫാസ്റ്റ് ന്യൂട്രോൺ അല്ല, തെർമൽ ന്യൂട്രോൺ അല്ലെങ്കിൽ സ്ലോ മൂവിങ് ന്യൂട്രോൺ വന്ന് ഇതിൽ കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇത് യുറേനിയം 90 to 236 ആയിട്ട് മാറും. ഇവിടെ നോക്കാം, മാസ് നമ്പർ ചാർജ് നമ്പറും 92, ഇങ്ങനെ 235 + 1 236. ഇനി അത് ഇങ്ങനെ ഒരു ന്യൂക്ലിയസ് ആയി മാറിയിട്ട് ആ ന്യൂക്ലിയസ് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് ബേരിയം ക്രിപ്റ്റോണും ആവുന്നു, +3 ന്യൂട്രോൺസ് ഇമിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിന്റെ എല്ലാം ഈ മാസ് നമ്പറും ചാർജ് നമ്പറും ആഡ് ചെയ്യുവാണെങ്കിൽ സെയിം ആയിരിക്കും. 56 + 36 92 ആണ്. 144 + 89 + 3 × 1, അതായത് +3 = 236 ആയിരിക്കും വരിക. ഇതിൽ ഇവിടെയാണെങ്കിലും ഏതെങ്കിലും ഒരു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ഒരെണ്ണം ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മാസ് നമ്പറും ചാർജ് നമ്പറും ഒക്കെ നോക്കുക. ചാർജ് എന്ന് പറയുന്നത് ആറ്റോമിക് നമ്പർ ആയിട്ട് എടുത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഈ ഈ യുറേനിയം തന്നെ ഒരു ന്യൂട്രോണുമായിട്ട് കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു ടൈപ്പ് പ്രോഡക്റ്റ് ആയിരിക്കില്ല. വേരിയം ക്രിപ്റ്റോൺ മാത്രമല്ല, പല ടൈപ്പ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ന്യൂക്ലിയൈ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ 2 എക്സാമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ ഇവിടെ നിന്ന് സെയിം ആണ്. പിന്നെ ഉണ്ടാവുന്നത് SB ആന്റിമണി അല്ലെ, ആന്റിമണി നിയോബിനോ ഉണ്ടാവുന്നു, +4 ന്യൂട്രോൺ. ഇനി വേറൊരു എക്സാമ്പിളിൽ എന്താണ്, യുറേനിയം ആദ്യം സിനോൺ ആയിട്ട് യുറേനിയം ഇത് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് സിനോണും സ്ട്രോൺഷ്യോ ആയി മാറുന്നു, +2 ന്യൂട്രോൺസ്. അപ്പൊ ആവറേജ് പറയുക, ഒരു ന്യൂട്രോൺ പോയി കൊളൈഡ് ചെയ്ത് ഒരു ഫിഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ 2.5 ന്യൂട്രോൺസ് റിലീസ് ചെയ്യുന്നതാണ് സാധാരണ പറയാം. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്.
2.5 അല്ലെങ്കിൽ നിയർലി 3 ന്യൂട്രോൺസ് ഫിഷൻ കഴിയുമ്പോൾ, ഒരു ഫിഷൻ റിയാക്ഷൻ കഴിയുമ്പോൾ റിലീസ് ചെയ്യപ്പെടുന്നുണ്ടെന്നാണ് പറയുക. ഇനി എന്താണ് ഇങ്ങനെ ഉണ്ടാവുന്ന ഈ ന്യൂക്ലിയസ് ഒക്കെ എന്താണ് ഇതിന്റെ ഹൈ എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് ആയിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഗാമ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും. പിന്നെ ഇതൊന്ന് ചിലപ്പോൾ സ്റ്റേബിൾ ആവണമെന്നില്ല. അപ്പൊ സ്റ്റേബിൾ ആവാൻ വേണ്ടി ആൽഫ അല്ലെ ബീറ്റ റേഡിയേഷൻസ് ഒക്കെ എമിറ്റ് ചെയ്യും. അപ്പൊ ഈ ആൽഫ ബീറ്റ ഗാമ റേഡിയേഷൻസ് ഒക്കെയാണ് നമുക്ക് ഹാർംഫുൾ ആയിട്ട് വരുന്നത്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഒക്കെ പുറത്തേക്ക് ഈ റേഡിയേഷൻസ് പുറത്തേക്ക് വരാതെയാണ് നോക്കണം. ഇനി ഇതിലുള്ള എനർജി, ഈ ന്യൂക്ലിയർ ഫിഷൻ ഏത് എടുത്താലും ഇവിടുത്തെ ഈ മാസ് നമ്പർ 144 + 80 3 × 1 എന്ന് പറഞ്ഞ അത്രയും ന്യൂക്ലിയോൺസിന്റെ എണ്ണമാണ്. എണ്ണ ഇൻറ്റു അതിന്റെ മാസ് ചെയ്യുക. ഇപ്പുറത്തെ എണ്ണ ഇൻറ്റു അതിന്റെ മാസ്, നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും. അതുപോലെ തന്നെ ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ന്യൂട്രോൺസ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ there will be a mass defect ഉണ്ടാവും. അതായത് മാസിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമാണ് എനർജി ആയിട്ട് മാറുന്നത് ബൈ ദ ഇക്വേഷൻ ഡെൽറ്റ എം ഇൻറ്റു c². മാസ് ഡിഫക്റ്റ് ഞാൻ ഇക്വേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആൽഫ ഡിക്കയില് നമ്മുടെ ഇപ്പൊ ഇവിടെ ക്യൂ വാല്യൂ വരുന്നുണ്ടായിരുന്നു. അപ്പം എനർജി ഈക്വൽ ടു ഈ ഡെൽറ്റ എമ്മിനെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അത് റൈറ്റ് സൈഡിലെ ന്യൂക്ലിയസിന്റെ മാസും ലെഫ്റ്റ് സൈഡിലെ ന്യൂക്ലിയസിന്റെ മാസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മാസ് ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇവിടെ ന്യൂക്ലിയർ റിയാക്ഷനിലും എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു യുറേനിയം 235 എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ഓഫ് യുറേനിയം ആറ്റംസ് ഉണ്ട് അല്ലെ. ഒരു യുറേനിയം ആറ്റം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം 200 MeV എന്താണ് എനർജി റിലീസ് ചെയ്യുന്നുണ്ടാവും പെർ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിലാണ് ഇത്. ഈ 235 ഗ്രാമിലല്ല, അതിൽ അവഗാഡ്രോ നമ്പർ ഉണ്ട് അല്ലെ, 6 × 10⁻23 നമ്പേഴ്സ് ഉണ്ടാവും. ഒരെണ്ണം തന്നെ ഇത്ര എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ നമ്മുടെ കെമിക്കൽ റിയാക്ഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂക്ലിയർ റിയാക്ഷന് ഹൈ എനർജി റിലീസ് ചെയ്യുന്നുണ്ടെന്ന് പറയാൻ കാരണം. ഈ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മതി. അപ്പം ഇനി നമ്മൾ ഇതിന്റെ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ ഇത് എങ്ങനെയാണ് ഈ ഫിഷൻ റിയാക്ഷൻ ഉപയോഗിക്കുന്നത് നോക്കാം. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അതായത് നമ്മൾ ഈ റിയാക്ഷൻസ് ഇപ്പം ഒരു ന്യൂട്രോൺ ഒരു ഫിഷൻ നടത്തി വീണ്ടും 3 ന്യൂട്രോൺ എടുക്കുന്നു. നമ്മൾ യുറേനിയത്തിന്റെ ഒരു സാമ്പിൾ എടുക്കുന്നത് ആയിരിക്കും ഒരു 1 കിലോഗ്രാം അല്ലെങ്കിൽ ഒരു 1/2 കിലോഗ്രാം സാമ്പിൾ എടുത്താൽ കുറെ യുറേനിയം ഉണ്ടാവും അല്ലെ. ഒറ്റ ന്യൂട്രോണെ അകത്തോട്ട് കിടത്തി വിട്ടാൽ മതി. ഫിഷൻ കഴിയുമ്പോൾ 3 ന്യൂട്രോൺ റിലീസ് ചെയ്യും. ഈ 3 പോയിട്ട് 3 യുറേനിയം ആയിട്ട് വീണ്ടും കൊളൈഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഫിഷൻ നടക്കാം. അപ്പൊ 3 × 3 9 ന്യൂട്രോൺസ് റിലീസ് ചെയ്തിട്ടുണ്ടാവും. ഈ 9 പോയിട്ട് വീണ്ടും 9 യുറേനിയം ആയിട്ട് കൊളൈഡ് ചെയ്യുക. അപ്പൊ ഈ റിയാക്ഷൻസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതിനെയാണ് നമ്മൾ ചെയിൻ റിയാക്ഷൻ അല്ലെങ്കിൽ അൺകൺട്രോൾഡ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ കൺട്രോൾഡ് അല്ലെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു അല്ലെങ്കിൽ അതൊരു എക്സ്പ്ലോഷനിലേക്ക് ലീഡ് ചെയ്യും. അപ്പൊ അതാണ് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ആറ്റം ബോംബ്. ആറ്റം ബോംബിന്റെ പ്രിൻസിപ്പിൾ അതാണ് അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. ഇപ്പൊ ഒരു ന്യൂട്രോൺ ഇനിഷ്യേറ്റ് ചെയ്യുന്നു, പിന്നെ 3 അല്ലെങ്കിൽ 2.5 ന്യൂട്രോൺ, ആവറേജ് 2.5 ന്യൂട്രോൺ അത് പോയിട്ട് അടുത്ത ഫിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ 3 ആണെങ്കിൽ 9 ആവുന്നു. 9 കഴിഞ്ഞ് പിന്നെ 27. ആ രീതിയിൽ ഇൻക്രീസ് ചെയ്ത് പോകും. നമ്മുടെ കൊറോണ വൈറസ് പോകുന്ന പോലെ അല്ലെ, ചെയിൻ റിയാക്ഷൻ പോലെയാണ്. അപ്പം ഇനി ഈ റിയാക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഇരിക്കാം. ഒരു ന്യൂട്രോൺ പോയിട്ട് യുറേനിയമായിട്ട് കൊളൈഡ് ചെയ്തു. ഇവിടെ 3 റിലീസ് ചെയ്ത് 2 അബ്സോർബ് ചെയ്ത് കളയുന്നു. പിന്നെ 1 ബാക്കി ഉണ്ടാവുള്ളൂ. ആ ഒരെണ്ണം പോയിട്ട് വീണ്ടും ഒരു ഫിഷൻ നടക്കുന്നു. അങ്ങനെ റിലീസ് ചെയ്യുന്ന 3 പിന്നെ 2 അബ്സോർബ് ചെയ്യുന്നത്. എപ്പോഴും ഒരു ന്യൂട്രോൺ മാത്രം ബാക്കി വരുന്ന രീതിയിൽ ബാക്കിയൊക്കെ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിയാക്ഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കൺട്രോൾഡ് റിയാക്ഷൻസ് ആണ് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നടക്കുന്നത്. ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ള ന്യൂക്ലിയർ റിയാക്ഷൻസിൽ കൺട്രോൾഡ് റിയാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ കൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ. ഫിഷൻ ആണ് നടക്കുന്നത്. ആറ്റം ബോംബിലും അതുപോലെ ന്യൂക്ലിയർ റിയാക്ടറിലും ഫിഷൻ റിയാക്ഷൻ ആണ്. ഇനി ഹൈഡ്രജൻ ബോംബിലാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ വരുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നേ ഉള്ളൂ. അപ്പൊ ആദ്യം നമുക്ക് ന്യൂക്ലിയർ റിയാക്ടർ എന്താണെന്ന് നോക്കാം. അതായത് ഈ ഫിഷൻ റിയാക്ഷനിൽ വരുന്ന ഹൈ എനർജി വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് ന്യൂക്ലിയർ റിയാക്ടറിലുള്ളത്. അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പൊ അതിനുവേണ്ടി ഹൈ സെറ്റപ്പ് വേണം. കാരണം ഇത് ഇങ്ങനെ നമ്മുടെ കേരളത്തിലേക്ക് ന്യൂക്ലിയർ റിയാക്ടർ കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് അത് അനുവദിച്ചിട്ടില്ല. കാരണം ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്ന ഡോട്ടർ ന്യൂക്ലിയയുടെ കൂടെ വരുന്ന റേഡിയേഷൻസ് അത് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും ജീവിക്കേണ്ടി വരില്ല അല്ലെ. അപ്പൊ ഈ റേഡിയേഷൻസ് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയർ വേസ്റ്റ് എവിടെ കൊണ്ടുപോയി തള്ളുന്നതാണ് പ്രശ്നം.
അപ്പൊ പല രാജ്യങ്ങളും അത് അവർ അതിൻ്റെതായ രീതിക്കുള്ളിൽ എന്താണുള്ളത് നോക്കാം. ഇപ്പൊ ന്യൂക്ലിയർ റിയാക്ടർ, ന്യൂട്രോൺസ് ലിബറേറ്റഡ് ഇൻ ഫിഷ്, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് മൂന്നെണ്ണത്തിൽ മൂന്നെണ്ണം വരുന്നതിൽ ഒന്നിനെ കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ന്യൂട്രോൺ ഇങ്ങനെ റിലീസ് ചെയ്യുന്ന ന്യൂട്രോൺ, ഒരു ന്യൂട്രോൺ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഫിഷൻ വഴി 3 അല്ലെ 4 2 അല്ലെ 2.5 ന്യൂട്രോൺസ് റിലീസ് ചെയ്യുന്ന ആ ഫിഷൻ ഹൈ എനർജി ന്യൂട്രോൺസ് ആണ്, അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് ആണ്. അപ്പൊ അതിന് ഒരു പിന്നെ ഒരു ഫിഷൻ റിയാക്ഷൻ നടത്താനുള്ള ഇതില്ല, കൺട്രോൾ. അപ്പൊ അതുകൊണ്ട് എന്താണ്, അതിനെ ഈ തെർമൽ ന്യൂട്രോൺ, അതിന്റെ എനർജി കുറയ്ക്കണം. യുറേനിയം സോ എനർജറ്റിക് ദാറ്റ് വുഡ് നോട്ട് എസ്കേപ്പ് ഇൻസ്റ്റെഡ് ഓഫ്. അപ്പം ഇങ്ങനെയുള്ള ഹൈ എനർജിയുള്ള ന്യൂട്രോൺസിനെ ലോ എനർജിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, സ്ലോ ന്യൂട്രോൺസിനെയാണ് നമുക്ക് ഫിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെയാണ് മോഡറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. എനിക്ക് നിങ്ങൾ ഹൈസ്കൂളിൽ പഠിച്ചിട്ട് ഈ ന്യൂക്ലിയർ റിയാക്ടർ പഠിച്ചിട്ടുണ്ടെങ്കിൽ മോഡറേറ്റർ ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു ഫിഷൻ, അതായത് ഒരു ന്യൂട്രോണിന്റെ സാധാരണ എനർജി 2 MeV ആണ്. അപ്പൊ അതിനെ സ്ലോ ഡൗൺ ചെയ്യണം, അതിനുവേണ്ടി മോഡറേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിനു വേണ്ടി ചെയ്യുന്നത്, മോഡറേറ്റർ ആയിട്ട് വരുന്ന മെറ്റീരിയൽസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊളൈഡ് ചെയ്യിപ്പിച്ചിട്ട് ഇലാസ്റ്റിക് കൊളീഷൻ വഴി എനർജി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി മോഡറേറ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് വാട്ടർ, ഹെവി വാട്ടർ, ഗ്രാഫൈറ്റും ഹെവി വാട്ടറും വാട്ടറൊക്കെയാണ്. ഹെവി വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ H2O ഇല്ലേ, H2O എച്ചിനെ മാറ്റി ഡ്യൂട്ടീരിയം വെക്കുന്നു, അല്ലെങ്കിൽ ഡ്യൂട്രോൺ വെക്കുന്നു, എച്ചിന് പകരം ഡി ഇടുന്നതാണ് ഹെവി വാട്ടർ. ഇപ്പം ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അപ്സര റിയാക്ടർ, ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ ബാർക്ക് മുംബൈയിൽ ഓർഡിനറി വാട്ടർ തന്നെയാണ് മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതായത് ന്യൂക്ലിയർ ഫിഷനിൽ റിലീസ് ചെയ്യുന്ന ഹൈ എനർജി ന്യൂട്രോൺസിനെ എനർജി കുറച്ച് ഫിഷന് വേണ്ടി പ്രാപ്തമാക്കുന്ന മോഡറേറ്റേഴ്സ്. അപ്പം അവിടെ വാട്ടർ ആണ് റിയാക്ടറിൽ ഉപയോഗിക്കുന്നത്. ഇനിയുള്ളത് ഒന്ന് ഇതിന്റെ കമ്പോണൻസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്താണെന്ന് നോക്കാം. അതായത് ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഹെൽത്തി ആയിട്ട് അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഒരു 3 സ്റ്റേറ്റ് ഉണ്ട്, ക്രിട്ടിക്കൽ, സബ് ക്രിട്ടിക്കൽ ആൻഡ് സൂപ്പർ ക്രിട്ടിക്കൽ. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ K എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ, ഒരു മിനിറ്റ്, multiplication factor എന്ന് പറയുന്നത് it is number of the fission produced by a given generation of neutrons to the number of the fission of the preceding generation. അപ്പൊ നിലവിൽ എത്ര ഫിഷൻ റിയാക്ഷൻ നടക്കുന്നുണ്ട് അത് ഡിവൈഡഡ് ബൈ തൊട്ട് മുന്നേ എത്ര ഫിഷൻ നടന്നു, ആ റേഷ്യോനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് വിളിക്കുന്നത്. നമ്പർ ഓഫ് ഫിഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ ഗിവൻ ജനറേഷൻ ഓഫ് ന്യൂട്രോൺസ് ടു ദി നമ്പർ ഓഫ് ഫിഷൻ ഓഫ് പ്രിസീഡിംഗ് ജനറേഷൻ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് റിലീസ്ഡും ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇനിഷ്യലി പ്രസന്റ്, അതിന് ഈക്വൽ ആയിട്ട് തന്നെ വരും. അതായത് ഇപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ന്യൂട്രോൺ പോയി ട്രിഗർ ചെയ്ത് ഫിഷൻ നടത്തി 3 ന്യൂട്രോൺ അവിടെ റിലീസ് ചെയ്യുമെങ്കിൽ 3 ന്യൂട്രോൺ പോയിട്ട് 3 ഫിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ന്യൂമറേറ്ററിൽ, ഈ കെയുടെ ന്യൂമറേറ്ററിൽ വരുന്ന നമ്പർ ഓഫ് ഫിഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ ഗിവൻ ജനറേഷൻ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് 3 എന്ന് എടുക്കാം. 3 ന്യൂട്രോൺ പോയിട്ട് 3 ഫിഷൻ സാധ്യമാണ്, അപ്പൊ 3 ഡിവൈഡ് ബൈ പ്രിസീഡിംഗ് ജനറേഷൻ. പ്രിസീഡിംഗിൽ 1 ഉണ്ടായിരുന്നില്ല, അപ്പൊ 3/1. അപ്പൊ ഈ റേഷ്യോ 3/1 അല്ലെങ്കിൽ 3 നീട്ടും. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലാണ് എക്സ്പ്ലോഷനിലേക്ക് ലീഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഗ്രോത്ത് റേറ്റ് ഓഫ് ദി ന്യൂട്രോൺസ് ഇൻ ദ റിയാക്ടർ. അപ്പോൾ അതായത് എത്ര ന്യൂട്രോൺസ് എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് കാണിക്കുന്ന ഒരു ഫാക്ടറാണ്. ഇനി K = 1 ആണെങ്കിൽ, ഇത് ഒരു ഫിഷന് ശേഷം റിലീസ് ചെയ്യുന്ന ന്യൂട്രോൺസിനെയൊക്കെ അബ്സോർബ് ചെയ്ത് ഒന്നിനെ മാത്രം ബാക്കി നിർത്തി
അതൊരു വീണ്ടും ഒരു ഫിഷൻ നടത്തി ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ എന്താണ്, അതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സ്റ്റേജ് അല്ല, ഇതാണ് വേണ്ടത്. ക്രിട്ടിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫോർ സ്റ്റഡി പവർ ഓപ്പറേഷൻ. ഇനി കെ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ 1 പിന്നെ 3 9 അങ്ങനെ പോവുകയാണെങ്കിൽ ദാറ്റ് വിൽ ലീഡ് ടു എക്സ്പ്ലോഷൻ. ന്യൂക്ലിയർ റിയാക്ടറിന്റെ പൊട്ടിപ്പോകാം. അങ്ങനെ ആകുമ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ നേരത്തെ മോഡറേറ്റർ കണ്ടു. ഇപ്പൊ ഇത് കുറയ്ക്കാൻ വേണ്ടി കൺട്രോൾ റോഡ്സ് ഉപയോഗിക്കും. അതിലേക്ക് വരുന്നേ ഉള്ളൂ. കൺട്രോൾ റോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ കെയുടെ വാല്യൂ യൂണിറ്റിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഈ രീതിയിൽ ഇത് സൂപ്പർ ക്രിറ്റിക്കലായി മാറി. കെ ഗ്രേറ്റർ ദാൻ 1 സൂപ്പർ ക്രിറ്റിക്കൽ എന്ന് പറയും. ക്രിറ്റിക്കലായി മാറി ഒരു എക്സ്പ്ലോഷൻ നടന്ന 1986 ചെർണോബിൽ റിയാക്ടർ ഇൻ യുക്രൈൻ. അവിടെ ഉണ്ടായിരുന്ന എക്സ്പ്ലോഷന് കാരണമായിട്ട് പറയുന്നത് ഈ ന്യൂക്ലിയർ ഫിഷൻ സൂപ്പർ ക്രിറ്റിക്കലായി മാറിയതാണ്. അതായത് ന്യൂട്രോൺസിന്റെ എണ്ണം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇനി സബ് ക്രിറ്റിക്കലായി മാറാം. അതായത് ഒരു റിയാക്ഷൻസ് കെ ലെസ് ദാൻ 1 ആണെങ്കിൽ, ഒരു ഫിഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ന്യൂട്രോൺസ് ഇല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഫിഷൻ സ്റ്റോപ്പ് ചെയ്യും അല്ലെ. അതിനെ സബ് ക്രിറ്റിക്കൽ എന്ന് പറയും. അപ്പം എന്ത് ചെയ്യണം, ഈ കൺട്രോൾ റോഡ്സ് ഒക്കെ കുറച്ച് നമുക്ക് അതിന്റെ എണ്ണം കൂട്ടാൻ പറ്റും. അപ്പം റിയാക്ഷൻ റേറ്റ് ഈസ് കൺട്രോൾഡ് ത്രൂ കൺട്രോൾ റോഡ്സ്. അതിന്റെ എക്സാമ്പിൾ കാഡ്മിയം ആണ്. കാഡ്മിയവും ബോറോണും ഉണ്ട്. ഇനി കൺട്രോൾ റോഡ്സ് ഉള്ളതുപോലെ തന്നെ ഇനി അഥവാ പെട്ടെന്ന് ഈ കൺട്രോൾ റോഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ക്രിട്ടിക്കലാക്കി നിർത്താൻ പറ്റുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കലായിട്ട് മാറുന്നുണ്ടെങ്കിൽ, ആ സമയത്ത് വീണ്ടും അഡീഷണൽ കൺട്രോൾ റോഡ്സ്, അതിന് സേഫ്റ്റി റോഡ്സ് ഉണ്ടാവും. പെട്ടെന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിനെ എന്താണ് യൂണിറ്റി ആയിട്ട് വെക്കുന്നു. ഇനി ഒന്നുള്ളത് ടെക്സ്റ്റിലുള്ളൊരു എക്സാമ്പിൾ ആണ്. അതായത് യുറേനിയം ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് ഒരു റിന്യൂവബിൾ സോഴ്സ് പോലെ നമുക്കറിയാം. എത്ര എനർജി വേണമെങ്കിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ, കാരണം വളരെ കുറച്ച് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ പക്ഷെ അതിന്റെ ഹാർംഫുൾ എഫക്റ്റും കുറെ ഉണ്ട്. യുറേനിയം സാധാരണ നമ്മുടെ എർത്തിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമ്മുടെ യുറേനിയം ഓറിലേക്ക് ഉണ്ടാകുന്ന യുറേനിയം എന്ന് പറയുന്നത് യുറേനിയം 235 അല്ല, യുറേനിയം 238 ആണ്. അത് ഫിഷണബിൾ മെറ്റീരിയൽ അല്ല. 235 ആണ് ഫിഷൻ നടത്തുന്നത്. അപ്പൊ ഈ ഫിഷണബിൾ മെറ്റീരിയൽ അല്ലാതെ 238നെ ഫിഷണബിൾ മെറ്റീരിയൽ ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെ എൻറിച്ച്മെന്റ് ഓഫ് യുറേനിയം എന്ന് വിളിക്കും. എഴുതിയിട്ടുണ്ട്, എൻറിച്ച്മെന്റ് ഓഫ് യുറേനിയം. അപ്പൊ അതിനുവേണ്ടി സാധാരണ ന്യൂക്ലിയർ റിയാക്ടറിലൂടെ ഒരു ബ്രീഡർ റിയാക്ടർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അപ്പം എൻറിച്ച്മെന്റ് ഓഫ് യുറേനിയത്തിൽ നടക്കുന്നത് നാച്ചുറലി ഒക്കറിങ് യുറേനിയത്തിൽ ഏറ്റവും കൂടുതൽ യുറേനിയം 238 ആണ്. അപ്പൊ അതിനെ എന്താണ് ഫിഷൻ നടത്തുന്ന പ്ലൂട്ടോണിയം ആയിട്ട് മാറ്റുന്നതാണ്. പ്ലൂട്ടോണിയം ഫിഷണബിൾ മെറ്റീരിയൽ ആണ്. അപ്പം ആ പ്രോസസ് നോക്കാം. ഇവിടെയും മാസ് നമ്പറും ചാർജ് നമ്പറും ഒക്കെ ബാലൻസ്ഡ് ആയിരിക്കും. യുറേനിയം 92 പ്ലസ് എ ന്യൂട്രോൺ, യുറേനിയം 92 239 ആവുന്നു. ഇത് എന്തായി മാറുന്നു, വിത്ത് ബീറ്റ എമിഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ എമിഷനോടെ അത് നെപ്റ്റ്യൂണിയമായി മാറുന്നു. നെപ്റ്റ്യൂണിയം 293 239 അത് പ്ലൂട്ടോണിയമായി മാറുന്നു. ഈ പ്ലൂട്ടോണിയം 239 ആയി മാറുന്നു. വീണ്ടും ഒരു ബീറ്റ എമിഷനും ആന്റി ന്യൂട്രിനോയും ഉണ്ട്. അപ്പൊ ഈ റിയാക്ഷൻസ് പഠിക്കുക. അപ്പൊ ഇതെന്താണ് എൻറിച്ച്മെന്റ് ഓഫ് യുറേനിയം, അല്ലെങ്കിൽ യുറേനിയം 238നെ എങ്ങനെയാണ് ഫിഷണബിൾ മെറ്റീരിയൽ ആയി യുറേനിയം 239 ആക്കി മാറ്റുന്നത് എന്നുള്ള പ്രോസസ്സാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം യുറേനിയം 239 ആവുന്നു, പിന്നെ നെപ്റ്റ്യൂണിയം 239 ആവുന്നു, പിന്നെ ആണ് പ്ലൂട്ടോണിയം ആയിട്ട് മാറുന്നത്. പ്ലൂട്ടോണിയം ഈസ് ഹൈലി റേഡിയോ ആക്റ്റീവ് ആൻഡ് ക്യാൻ ഓൾസോ അണ്ടർഗോ ഫിഷൻ ആൻഡ് ബോmbardment ബൈ സ്ലോ ന്യൂട്രോൺസ്. ഇനി ന്യൂക്ലിയർ റിയാക്ടറിന്റെ പിക്ചർ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള പിക്ചർ ആണ്. അപ്പൊ ഇതില് വർക്കിംഗ് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ന്യൂക്ലിയർ റിയാക്ടർ കോറിലാണ് നമ്മുടെ ഫ്യൂവൽ എന്ന് പറയുന്നത് യുറേനിയം ആണ്. ഇവിടെ കൺട്രോൾ റോഡ്സും അതുപോലെ തന്നെ മോഡറേറ്റേഴ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ ഫിഷൻ റിയാക്ഷൻ നടന്ന് റിലീസ് ചെയ്യുന്ന എനർജി ക്യാരി ചെയ്യുന്നത് കൂളന്റ് വഴി, അല്ലെങ്കിൽ മോഡറേറ്റേഴ്സ് തന്നെ ആയിരിക്കും വാട്ടർ ആ എനർജി ക്യാരി ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഈ ചേംബറിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഹൈ ഹീറ്റ് ആണ്. അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ D2 ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ കൂളന്റ് ഉണ്ടാവും. അപ്പം ഈ ഹൈ ടെമ്പറേച്ചർ കാരണം ഈ വാട്ടർ സ്റ്റീമായി മാറുന്നു. അപ്പൊ ഈ സ്റ്റീം ഹൈ പ്രഷറിലായിരിക്കും. ഹൈ പ്രഷറിൽ വരുന്ന സ്റ്റീമിന് ഒരു ടർബിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ടർബിൻ എന്ന് പറയുന്നത് നമ്മുടെ AC ജനറേറ്റർ നമ്മൾ പഠിച്ച ഷാഫ്റ്റ്, അത് മൂവ് ചെയ്താലാണ് നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ മാഗ്നറ്റ് ഉണ്ടാവും, കോയിൽ ഉണ്ടാവും, ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യണം.
അപ്പൊ ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്റ്റീം അറ്റ് ഹൈ പ്രഷർ ആണ് ഉപയോഗിക്കുന്നത്. ടർബിൻ റൊട്ടേറ്റ് ചെയ്യുന്നു, അത് ഇലക്ട്രിക് ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, ഇലക്ട്രിക് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഇത് സ്റ്റീം ഹൈ പ്രഷറിൽ ടർബിനൊക്കെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കുറെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ അത് ലോ പ്രഷറിലേക്ക് വരുന്നു, പ്രഷർ കുറയുന്നു, എന്നിട്ട് അത് ഒരു വേറൊരു ചേംബറിലൂടെ കടത്തി വിടുന്നു. അപ്പൊ അതിനെ തണുപ്പിക്കുന്നു. ഒരു കൂളന്റ് ഔട്ട് ഒരു പൈപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ തണുപ്പിച്ച് തിരിച്ച് ആ വെള്ളം തന്നെ പമ്പ് ചെയ്ത് ഇങ്ങോട്ട് എത്തിക്കുന്നു. ഇവിടെ ഫസ്റ്റ് ചേംബറിലേക്ക് എത്തിയിരിക്കുന്നു. ഫസ്റ്റ് ചേംബറിൽ നിന്നാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടർ കോറിലേക്ക് പോകുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ വീണ്ടും ഈ തണുത്ത വെള്ളം അല്ലെങ്കിൽ അത് ഇവിടെ എത്തിക്കഴിഞ്ഞ് ഫിഷൻ റിയാക്ഷനിൽ റിലീസ് ചെയ്യുന്ന എനർജി വീണ്ടും ക്യാരി ചെയ്യുന്നു, സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നു, സ്റ്റീം കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സ്റ്റീം തന്നെ തണുത്ത് തിരിച്ച് റിയാക്ടർ കോറിലേക്ക് തന്നെ എത്തുന്നു. അപ്പം ഇവിടെ എനിക്കറിയില്ല കുറച്ചും കൂടെ ആ മെറ്റീരിയൽസ് ഓരോന്നോരോന്ന് എടുത്തു പറയുന്ന സാജു മറ്റേ നോട്ടായിരുന്നു, അത് വേണമെങ്കിൽ ഞാൻ പിന്നെ ഇടാം. അതായത് മോഡറേറ്റർ, കൺട്രോൾ റോഡ്സ് ഓരോന്നോരോന്ന് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നത്. ഈ പ്രൈമറി ലൂപ്പ് ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് ജനറൽ നോളജ് പോലെ വായിച്ചാൽ മതി, ഇതൊന്നും എക്സാമിന് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. സെക്കൻഡറി ലൂപ്പ് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ഇല്ലാത്തേക്കാളും നല്ല രസകരമായിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്രൈമറി ലൂപ്പ് എന്ന് പറയുന്ന ഈ സംഭവം ആദ്യത്തേത്, പിന്നെ സെക്കൻഡറി ലൂപ്പ് ഇവിടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അപ്പൊ ന്യൂക്ലിയർ ഫിഷൻ ഇത്രയാണുള്ളത്. ഫിഷൻ എന്ന് പറയുന്നത് എന്താണ്, ബ്രേക്കിംഗ് അപ്പ് ഓഫ് എ ഹെവി ന്യൂക്ലിയസ് ഇൻടു ലൈറ്റർ ന്യൂക്ലിയസ് വിത്ത് റിലീസ് ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഒക്കെ പഠിച്ചു വെക്കുക. പിന്നെ നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറിൽ ഫ്യൂവൽ യുറേനിയം ആണ്. ഇനി റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തെർമൽ ന്യൂട്രോൺസ്, സ്ലോ മൂവിങ് ന്യൂട്രോൺസ് ആണ് വേണ്ടത്. പിന്നെ മോഡറേറ്റർ എന്താണ്, ഈ ഫാസ്റ്റ് മൂവിങ് അല്ലെങ്കിൽ ഹൈ എനർജി ന്യൂട്രോണിനെ തെർമൽ ന്യൂട്രോൺസ് ആക്കി മാറ്റുന്ന മോഡറേറ്റർ. കൺട്രോൾ റോഡ്സ് എന്താണ്, ഈ റിയാക്ഷൻ ക്രിട്ടിക്കൽ ആയിട്ട് നിർത്തുന്ന, അതായത് 1:1 എന്നുള്ള റേഷ്യോയിൽ നിർത്തുന്ന എക്സ്ട്രാ ഇലക്ട്രോൺസിനെ. കൺട്രോൾ റോഡ്സ് ആർ യൂസ് ടു അബ്സോർബ് ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യുന്നു. പിന്നെ സേഫ്റ്റി റോഡ്സ് എന്ന് പറയുന്ന അഡീഷണൽ കൺട്രോൾ റോഡ്സ് ആണ് റിയാക്ഷനിൽ എപ്പോഴെങ്കിലും ആവശ്യം വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാനുള്ളത്. പിന്നെ കൂളന്റ് ഉണ്ട്, ഈ റിലീസ് ചെയ്യുന്ന എനർജി ക്യാരി ചെയ്ത് പുറത്തേക്ക് പോകാൻ വേണ്ടി കൂളന്റ് ഉണ്ട്. അപ്പം കൺട്രോൾ റോഡ്സിന്റെ എക്സാമ്പിൾ കാഡ്മിയം, ബോറോൺ. ഇനി മോഡറേറ്ററിന്റെ എക്സാമ്പിൾ ഗ്രാഫൈറ്റ്, ഹെവി വാട്ടർ. കൂളന്റ് എന്ന് പറയുന്നത് വാട്ടറോ ഹെവി വാട്ടറോ ആവാം. അപ്പൊ അതിന്റെയൊക്കെ ഓരോ എക്സാമ്പിൾസ് അതിൽ സെപ്പറേറ്റ് പറഞ്ഞിട്ടില്ല, ഞാൻ ഇനി വേറൊരു പേജും കൂടെ തരാം. ഇനി എന്താണ് പിന്നെയുള്ളത്, കോൺക്രീറ്റ് വാളാണ്. ഈ റിയാക്ടർ എന്താണ് കംപ്ലീറ്റ് ആയിട്ട് വളരെ തിക്ക് കോൺക്രീറ്റ്, ഒരു 10 മീറ്റർ ഒക്കെ തിക്നെസ് ഉള്ള കോൺക്രീറ്റ് വാളിന്റെ ഉള്ളിലായിരിക്കും റേഡിയേഷൻസ് ഒട്ടും തന്നെ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി. നെക്സ്റ്റ് നമുക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ നോക്കാം. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത് when two lighter nuclei combine to form a heavy nucleus. രണ്ട് ലൈറ്റർ ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്ത് ഹെവി ന്യൂക്ലിയസ് ആയി മാറുന്നതിനാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, എനർജി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ട് നടക്കാൻ പറ്റുന്ന എന്താണ്, രണ്ട് പ്രോട്ടോണിന്റെ ഏറ്റവും എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള എലമെന്റ് പ്രോട്ടോൺ ആണ് അല്ലെ. പ്രോട്ടോണിന്റെ ന്യൂക്ലിയസ്, ഇലക്ട്രോൺ ഇവിടെ ഇല്ല, H11 ചേർന്നിട്ട് ഒരു ഡ്യൂട്രോൺ ന്യൂക്ലിയസ് ആവുന്നു. അല്ലെ ഡ്യൂട്ടീരിയത്തിന്റെ ന്യൂക്ലിയസ് തന്നെ ഡ്യൂട്രോൺ എന്ന് വിളിക്കാം. പിന്നെ പോസിട്രോണിനൊപ്പം ന്യൂട്രോൺ റിലീസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമുക്ക് ചാർജ് നമ്പർ നോക്കാം. 1+1 2, ഇവിടെ 1+1 2, 1+1 2, ഇവിടെ 2+0 2. പിന്നെ വേറെ ഒരു എക്സാമ്പിൾ, രണ്ട് ഡ്യൂട്രോൺ ചേർന്ന് ഹീലിയം ഐസോട്ടോപ്പ് ആയി മാറുന്നത്. അപ്പൊ അവിടെ ഒരു ന്യൂട്രോൺ റിലീസ് ചെയ്യുന്നുണ്ട്, പ്ലസ് എമൗണ്ട് ഓഫ് എനർജി. പിന്നെ ഇതേപോലെ രണ്ട് ഡ്യൂട്രോൺ ചേർന്നിട്ട്, അതായത് ഡ്യൂട്ടീരിയത്തിന്റെ ന്യൂക്ലിയസ് ആണ്, ചേർന്നിട്ട് ഹീലിയം ഹൈഡ്രജന്റെ തേർഡ് ഐസോട്ടോപ്പ് ട്രിറ്റോൺ അല്ലെ. ട്രിഷ്യത്തിന്റെ ന്യൂക്ലിയസ് ട്രിറ്റോൺ റിലീസ് ആവുന്നു, പ്ലസ് എ പ്രോട്ടോൺ പ്ലസ് എനർജി. അപ്പൊ ഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, രണ്ട് ലൈറ്റർ ന്യൂക്ലിയൈ കമ്പൈൻ ചെയ്ത് അതിൽ കുറച്ച് ഹെവി ന്യൂക്ലിയസ് ആയി മാറുന്നു വിത്ത് റിലീസ് ഓഫ് എനർജി. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ന്യൂക്ലിയർ ഫ്യൂഷൻ എനർജിയുടെ സോഴ്സ് ആയിട്ട് വരുന്നത് മെയിൻ ആയിട്ട് സ്റ്റാർസിലാണ്. സ്റ്റാർസിലും നമ്മുടെ സ്റ്റാർസിലെ ഒന്ന് തന്നെയായ സണ്ണിലെ എനർജി സോഴ്സ്
നമ്മുടെ ഭൂമിയിലെ മൊത്തം സോഴ്സ് ഓഫ് എനർജി എന്താണ്? സോളാർ എനർജിയാണ് അല്ലേ? സോളാർ എനർജിക്ക് കാരണം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ ഫ്യൂഷൻ റിയാക്ഷൻ ആണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഫ്യൂവലും ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് ഹീലിയമായിട്ട് മാറുന്നു. ഹീലിയത്തിനെ വേണമെങ്കിൽ ആഷസ് എന്ന് വിളിക്കാന്ന് പറയുന്നു. അപ്പം ഈ പ്രോട്ടോൺ ചേർന്ന് ഹീലിയമായി 4 പ്രോട്ടോൺ ചേർന്ന് ഒരു ഹീലിയമായി മാറുന്നതാണ് സ്റ്റാർസിന്റെയും സണ്ണിന്റെയും ഉള്ളിലെ ഫ്യൂഷൻ റിയാക്ഷൻ വരുന്നത്. അപ്പൊ അത് ഒരു സ്റ്റെപ്പായിട്ട് നടക്കുന്ന പ്രോസസ് അല്ല, ഇറ്റ് ഈസ് എ 4 സ്റ്റെപ്പ് പ്രോസസ്. അപ്പൊ ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ റിയാക്ഷൻസ് നോക്കുമ്പോൾ ഞാൻ കുറെ സമയം പറയും. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? 94. ഒരു 5 മിനിറ്റ് കണ്ണടച്ചിരുന്നു കേട്ടോ. ബ്രേക്ക് 5 മിനിറ്റ് കണ്ണടച്ചിരുന്നു കേട്ടോ, മടുത്തെങ്കിൽ. പോയാ 93 ആയോ? ഓക്കെ, ഞാൻ തിരിച്ചു വരാം. അപ്പം പ്രോട്ടോൺ 4 പ്രോട്ടോൺ ചേർന്ന് ഒരു ഹീലിയമായി മാറുന്നതാണ് ഫ്യൂഷൻ റിയാക്ഷൻ ഇൻ സൺ ആൻഡ് അതർ സ്റ്റാർസ്. അപ്പം അത് നമ്മൾ അത് 2 ടൈപ്പ് ഉണ്ട്. പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിളും ഉണ്ട്, CNO സൈക്കിൾ, കാർബൺ നൈട്രജൻ ഓക്സിജൻ സൈക്കിളും ഉണ്ട്. അപ്പൊ കാർബൺ നൈട്രജൻ ഓക്സിജൻ ഒക്കെ ഈ ഇക്വേഷൻസിൽ അല്ലെങ്കിൽ റിയാക്ഷൻസിൽ ആഡ് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ തിരിച്ചും കിട്ടുന്നുണ്ട്. നമുക്കിപ്പം പ്രോട്ടോൺ പ്രോട്ടോൺ സൈക്കിൾ മാത്രം പഠിച്ചാൽ മതി. CNO സൈക്കിളും ഉണ്ട്. കുറച്ചും കൂടെ ഹെവി സ്റ്റാർസിലൊക്കെ ആണ് ഈ CNO സൈക്കിൾ നടക്കുന്നത്. അപ്പൊ നോക്കാം എങ്ങനെയാണ്. അപ്പൊ ഇത് ഈ സ്റ്റെപ്സ് വഴി ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 പ്രോട്ടോൺ ചേർന്ന് അല്ലെങ്കിൽ ഹൈഡ്രജൻ ന്യൂക്ലിയസ് ചേർന്നിട്ട് ഒരു ഡ്യൂട്രോൺ ആയി മാറുന്നു, പ്ലസ് പോസിട്രോൺ ന്യൂട്രിനോ. അപ്പൊ നോക്കാം, H11 ഇവിടെ എഴുതാൻ പറ്റുമോ? ഇവിടെ 1 0 ആണ്, ബാലൻസ്ഡ് ആണ്. അപ്പം 0.42 MeV എനർജി. പിന്നെ ഈ റിലീസ് ചെയ്യുന്ന ഒരു പോസിട്രോണും ഒരു ഇലക്ട്രോണും, ഇത് പാർട്ടിക്കിൾ ആന്റി പാർട്ടിക്കിൾ ആണ്, പെയർ അനിഹിലേഷൻ എന്ന് പറയും. ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഫോട്ടോൺസിന്റെ നമ്പർ കൺസേർവ്ഡ് അല്ല എന്ന് പറയുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഒരു 2 ഫോട്ടോൺസ് റിലീസ് ചെയ്യും. ഒരു പാർട്ടിക്കിൾ ആന്റി പാർട്ടിക്കിൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗാമ റേഡിയേഷൻസ് അല്ലെങ്കിൽ ഫോട്ടോൺസ് റിലീസ് ചെയ്യാം. 2 ഫോട്ടോൺസും 1.02 MeV എനർജി റിലീസ് ചെയ്യുന്നു. അപ്പൊ അവിടെ കൊണ്ട് നിർത്തി. പിന്നെ ഈ ഫസ്റ്റ് പ്രോസസ്സിൽ വന്ന ഡ്യൂട്രോണും വീണ്ടും ഒരു പ്രോട്ടോണും, ഹൈഡ്രജന്റെ ന്യൂക്ലിയസ് പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ അല്ലെ, ന്യൂക്ലിയസിൽ പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ, ഒരു ഡ്യൂട്രോണും ഒരു പ്രോട്ടോണും കൂടെ ചേർന്ന് ഹീലിയം ഐസോട്ടോപ്പ്, He23 ആണ്, 4 ആയിട്ടില്ല, ഹീലിയം ഐസോട്ടോപ്പും ഒരു ഫോട്ടോണും ഗാമ റേഡിയേഷനും പ്ലസ് 5.49 MeV എനർജി റിലീസ് ചെയ്യുന്നു. ഇത് 3rd സ്റ്റെപ്പ്. ഇനി 4th സ്റ്റെപ്പിൽ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ റിലീസ് ചെയ്ത ഒരു ഹീലിയോ അതുപോലെ തന്നെ റിലീസ് ചെയ്യപ്പെട്ട ഒരു ഹീലിയം ഐസോട്ടോപ്പ്, ഇത് H അല്ല HE ആണ്. അത് എഡിറ്റ് ചെയ്തപ്പോൾ അത് വന്നിട്ടില്ലല്ലോ. അപ്പം ഇത് HE ആണ്, നിങ്ങൾ പ്രിന്റിൽ മാറ്റുക. He23 ചേർന്നിട്ട് He24 ആവുന്നു. അപ്പൊ നോക്കുക, ഇത് 2 + 2, ഇവിടെ 2 വന്നിട്ടുള്ളൂ. ചാർജ് നമ്പർ 2 കൂടെ ബാക്കി വരണം. പിന്നെ മാസ് നമ്പർ ആണെങ്കിൽ 3 + 3 6, ഇവിടെ 4 ഉള്ളൂ, 2 കൂടെ ബാക്കി വരണം. അപ്പം വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. 2 പ്രോട്ടോൺ ആണ് റിലീസ് ചെയ്യുക. 2 H11 അല്ലെ P11 എഴുതാം, H11 പ്ലസ് 12.86 MeV എനർജി. അപ്പൊ ഇവിടം വരെ പ്രശ്നമില്ല. അപ്പൊ ഈ റിയാക്ഷൻ നോക്കാം. ഈ 3rd റിയാക്ഷൻ കഴിഞ്ഞ് 4th റിയാക്ഷൻ നടക്കണമെങ്കിൽ ഇതുപോലെയുള്ള 2 ഹീലിയം റിലീസ് ചെയ്തിട്ടുണ്ടാവണം, ഹീലിയം ഐസോട്ടോപ്പ് റിലീസ് ആയിട്ടുണ്ടാവണം. അപ്പൊ ഇങ്ങനെ ഇവിടെ ഒരെണ്ണം റിലീസ് ആവാൻ തന്നെ ഈ 3 സ്റ്റെപ്പും നടന്നാലാണ് ഒരു ഹീലിയം ഉണ്ടാവുള്ളൂ അല്ലെ. ഒരു ഹീലിയം ഐസോട്ടോപ്പും കൂടി ഉണ്ടാകണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഈ 3 സ്റ്റെപ്പ് നടക്കണം, എങ്കിലേ 4th സ്റ്റെപ്പ് നടക്കുള്ളൂ. അപ്പൊ നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് എഴുതിയിട്ടില്ല. അതായത് ഈ ഫസ്റ്റ് സ്റ്റെപ്പ് 2 പ്രാവശ്യം 2 × 1, സെക്കൻഡ് സ്റ്റെപ്പ് 2 പ്രാവശ്യം 2 × 2, 3rd സ്റ്റെപ്പും 2 പ്രാവശ്യം 2 × 3 പ്ലസ് 4th, അങ്ങനെ ആണ്, അത്രയും സ്റ്റെപ്പ് വരും.
അപ്പം അതായത് ഫോർത്ത് സ്റ്റെപ്പ് നടക്കണമെങ്കിൽ 1 2 3 എന്ന് പറയുന്ന 3 സ്റ്റെപ്പും റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ ഫോർത്ത് സ്റ്റെപ്പിൽ വേണ്ട 2 ഹീലിയം ഐസോട്ടോപ്പ് കിട്ടുള്ളൂ. അപ്പൊ ഇതിന്റെ നെറ്റ് ഇഫക്റ്റ് എന്താന്ന് നോക്കാം. അപ്പൊ അതായത് ഇത് നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 4 ഹൈഡ്രജൻ അല്ലെങ്കിൽ 4 പ്രോട്ടോൺ 2 ഇലക്ട്രോണും ചേർന്ന് ഒരു ഹീലിയവും 2 ന്യൂട്രിനോയും 6 ഗാമ റേഡിയേഷനും 26.7 MeV എനർജി റിലീസ് ചെയ്യുന്നതാണ്. അത് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതെ, ആ സ്റ്റെപ്പ് തന്നെയാണ്. നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുന്നത് പോലെ അബ്സോർബ് ചെയ്യുന്നതെല്ലാം നമുക്ക്, അല്ലെങ്കിൽ റിയാക്ഷന്റെ ഔട്ട്കം ആയിട്ട് വരാത്തതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ റിലീസ് ചെയ്യുന്ന ഡ്യൂട്രോൺ തേർഡ് സ്റ്റെപ്പിൽ ഉപയോഗിച്ച് പോകുന്നുണ്ട്. അപ്പൊ നമ്മളത് ഔട്ട്പുട്ടിൽ ഫൈനൽ ഇക്വേഷനിൽ വരില്ല. അപ്പൊ അതങ്ങ് ക്യാൻസൽ ചെയ്യാം. ഇതും ക്യാൻസൽ ചെയ്തു. പിന്നെ ഇവിടെ റിലീസ് ചെയ്യുന്ന പോസിട്രോൺ അത് സെക്കൻഡ് സ്റ്റെപ്പിൽ, അത് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നും തിരിയണ്ടായില്ലേ. ഇവിടെ ഒരു പോസിട്രോൺ അത് സെക്കൻഡ് സ്റ്റെപ്പിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും നമുക്ക് ക്യാൻസൽ ചെയ്യാം. പക്ഷെ ഇലക്ട്രോൺ പുതിയതായിട്ട് എടുക്കുന്നതാണ്, അപ്പൊ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഗാമ റേഡിയേഷൻസ് ഒരിടത്തും ലെഫ്റ്റ് സൈഡിൽ പിന്നെ വരുന്നില്ല, റൈറ്റ് സൈഡിലേ വരുന്നുള്ളൂ. പിന്നെ 1H1 അത് റൈറ്റ് സൈഡിൽ ഇവിടെയാണ് വരുന്നത്, അതിലേക്ക് പോകാം. പിന്നെ ഹീലിയം ഐസോട്ടോപ്പ് റിലീസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ടാവും. പിന്നെയുള്ളത് നമ്മുടെ ഹൈഡ്രജൻ ആണ്, അത് ക്യാൻസൽ ചെയ്യാൻ വിട്ടുപോയി. അതായത് 2 ഹൈഡ്രജനും നമുക്ക് ഇവിടെ 2 2 4 ഇവിടെ ഒന്ന് ക്യാൻസൽ ചെയ്താലും മതി. ഓക്കെ, അതിൽ ഹൈഡ്രജന്റെ കാര്യം പറയാം. അപ്പൊ ഇത്രയാണ് ഉള്ളത്. അപ്പൊ നോക്കുക, ഈ 3 എണ്ണവും 2 പ്രാവശ്യം നടക്കണം. അപ്പൊ മൊത്തം എത്ര പ്രോട്ടോൺ വേണ്ടി വന്നു? 1 2 3, അത് 2 പ്രാവശ്യം നടക്കുമ്പോൾ 6 പ്രോട്ടോൺ വേണ്ടി വന്നു. പക്ഷെ 2 എണ്ണം റിലീസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ 6 - 2 4 പ്രോട്ടോൺ ആണ് ഒരു ഔട്ട്കം അല്ലെങ്കിൽ ഇൻ ഇഫക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് 6 പ്രോട്ടോൺ ഉപയോഗിക്കുന്നു, 2 എണ്ണം പുറത്തേക്ക് വരുന്നു അല്ലെ. അപ്പൊ ഇൻ ഇഫക്റ്റ് 6 - 2 4 പ്രോട്ടോൺസ് ഉപയോഗിച്ചു. പിന്നെ ഇലക്ട്രോൺ ഈ സെക്കൻഡ് സ്റ്റെപ്പ് 2 പ്രാവശ്യം നടക്കണം. അപ്പം ഈ മൈനസ് 2 പ്രാവശ്യം, അപ്പൊ 2 ഇലക്ട്രോൺ യൂസ് ചെയ്തു. ലെഫ്റ്റ് സൈഡിൽ വേറെ ഒന്നുമില്ല, ബാക്കിയൊക്കെ ക്യാൻസൽ ആയി പോയതാണ്. ഇനി റൈറ്റ് സൈഡിൽ നോക്കാം. ന്യൂട്രിനോസ്, ഈ ഫസ്റ്റ് റിയാക്ഷനിൽ മാത്രമേ ഉള്ളൂ. 2 പ്രാവശ്യം നടക്കുമ്പോൾ 2 ന്യൂട്രിനോ റിലീസ് ചെയ്യും. ഇനി ഫോട്ടോൺസ് 3 ഫോട്ടോൺ ആണ്. ഈ സ്റ്റെപ്പ് എല്ലാം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ 3 × 2 6 ഫോട്ടോൺസ് റിലീസ് ചെയ്യും. പിന്നെ ഹീലിയം ഒരു പ്രാവശ്യമേ ഉള്ളൂ. ഫോർത്ത് സ്റ്റെപ്പ് ഒരു പ്രാവശ്യം നടക്കുന്നുള്ളൂ. ഒരു ഹീലിയം He2 4 ന്യൂക്ലിയസ് വരുന്നു. ഇനി എനർജി എന്തായിരിക്കും? ഇത് 12.86ഉം ഈ ബാക്കി എല്ലാം കൂടെ 2 ടൈംസും വരും. 0.42, 1.02, 5.49 × 2, അപ്പൊ 26.7 MeV കിട്ടും. അപ്പൊ നോക്കുക, ഈ 4 സ്റ്റെപ്പ് ഫോർത്ത് സ്റ്റെപ്പ് നടക്കുക. ഇതിൽ ശരിക്കും കമ്പൈൻഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് 2 × 1 + 2 × 2 + 2 × 3 + 4 ആണ്. അപ്പൊ അതാണ് ഫൈനൽ ഇത്. അപ്പൊ പ്രോട്ടോൺ സൈക്കിൾ സെപ്പറേറ്റ് ചോദിച്ചില്ല, ഫ്യൂഷൻ മാത്രം ചോദിച്ചാൽ ഇത് എഴുതിയാലും മതി. പ്രോട്ടോൺ സൈക്കിൾ ചോദിച്ചാൽ കംപ്ലീറ്റ് എഴുതണം. അപ്പൊ ഇതിന് ക്യാൻസൽ ചെയ്ത് നോക്കുക. ഇൻ ഇഫക്റ്റ് ബാക്കി വരുന്നത് 6 പ്രോട്ടോൺ ഉപയോഗിക്കുന്നു, 2 എണ്ണം തിരിച്ചു വരുന്നുള്ളതുകൊണ്ട് 4 എണ്ണം ഉപയോഗിച്ചതായിട്ട് കണക്കാക്കാം. ഇനി ഈ സ്റ്റെപ്പ് 2 പ്രാവശ്യം നടക്കുമ്പോൾ 2 ഇലക്ട്രോൺ ഉപയോഗിക്കുന്നു, അതൊക്കെ. റൈറ്റ് സൈഡിൽ എന്താണ്? ഒരു ഹീലിയം, ഈ ഫോർത്ത് സ്റ്റെപ്പ് ഒരു പ്രാവശ്യം നടക്കുന്നുള്ളൂ, ഒരു ഹീലിയം. പിന്നെ 2 ന്യൂട്രിനോ, പിന്നെ 3 × 2 6 ഫോട്ടോൺസ്, പിന്നെ പ്ലസ് റിലീസ് ഓഫ് എനർജി. അപ്പം അത്രയൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഇങ്ങനെ പ്രോട്ടോൺ ഒക്കെ ചേർന്ന് ഹീലിയമായി മാറുന്ന റിയാക്ഷനിലാണ് നമുക്ക് വേണ്ട എല്ലാ എനർജിയും, എർത്തും അതുപോലെ എല്ലാ പ്ലാനറ്റ്സിനും വേണ്ട സോളാർ എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഹൈഡ്രജൻ, ഈ സൺ വളരെ മാസീവാണ്, അതിനുള്ളിൽ ഇഷ്ടം പോലെ ഹൈഡ്രജൻ ഉണ്ട്. അതൊക്കെ ഇപ്പം ഏകദേശം ഒരു 5 ബില്യൺ ഇയേഴ്സ് ആയി സൺ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇനിയും 5 ബില്യൺ ഇയേഴ്സും കൂടി ഇതുപോലെ നിൽക്കും. അതായത് ഹൈഡ്രജൻ ഫ്യൂഷൻ നടത്തി, ഹൈഡ്രജൻ ബേണിംഗ് നടത്തി ഹീലിയമായി മാറും. ഇനി ഈ ന്യൂക്ലിയർ എനർജി എല്ലാം തീർന്നു കഴിയുമ്പോൾ ആക്ച്വലി എന്താ നടക്കുന്നത് വെച്ചാല്,
ഹൈഡ്രജൻ എല്ലാം തീർന്നു കഴിയുമ്പോൾ പിന്നെ എന്താണ് ഹീലിയം ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഹീലിയം ബേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ നമ്മുടെ സണ്ണിന്റെ കോർ കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ടെമ്പറേച്ചർ കൂട്ടിയാലേ ഹീലിയം ബേണിംഗ് നടക്കുള്ളൂ. അപ്പൊ അതായത് ചാപ്റ്റർ കുറെ നീണ്ടുപോയല്ലോ. അപ്പൊ ഹീലിയം കോറ് ഈ സാധാരണ ഒരു ഫ്യൂഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ തന്നെ ഈ ഒരു ഫ്യൂഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ തന്നെ 400 keV എനർജി വേണം. കാരണം ഈ രണ്ട് പ്രോട്ടോൺ അടുത്ത് കൊണ്ടുവരണമെങ്കിൽ ഹൈ കൂളം റിപ്പൽഷൻ ഉണ്ട്. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ ഹൈ എനർജിയുള്ള പ്രോട്ടോൺസിന് മാത്രമേ ഇങ്ങനെ അടുത്ത് വരാൻ പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കും നല്ല എളുപ്പമായിരിക്കും രണ്ട് പ്രോട്ടോൺ അടുത്ത് വന്ന് ഫ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന്. അതൊരിക്കലും നമ്മുടെ എർത്തിൽ പോസിബിൾ അല്ല. വളരെ ഹൈ എനർജി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അതായത് ഒരു ഫ്യൂഷൻ റിയാക്ഷൻ നടക്കണമെങ്കിൽ 400 keV എനർജി വേണം. അപ്പം ആ എനർജിയുടെ നമ്മുടെ ഫസ്റ്റ് ഇയർ പഠിച്ച 3/2 kBT വെച്ച് ടെമ്പറേച്ചർ കണക്ക് കൂട്ടുവാണെങ്കിൽ 3 × 10⁹ കെൽവിൻ വേണം. നമ്മുടെ ഇവിടെ ഒരു 300 കെൽവിനൊക്കെ അല്ലേ, അത്രയും ചെറിയ ടെമ്പറേച്ചറേ ഉള്ളൂ. 3 × 10⁹ കെൽവിൻ വേണം. അപ്പൊ ഇങ്ങനെ ഹൈ ടെമ്പറേച്ചർ നടക്കുന്നതുകൊണ്ട് ഫ്യൂഷനെ തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നും കൂടെ വിളിക്കും. ഇനി പക്ഷേ സ്റ്റാർസിന്റെ ഒക്കെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ 1.5 × 10⁷ കെൽവിനൊക്കെ ഉള്ളൂ. സൂര്യന്റെയും അതിലും പിന്നെ 100 times ഗ്രേറ്റർ ആണ് ഈ ടെമ്പറേച്ചർ. അപ്പം സ്റ്റാർസിന്റെ ഇന്റീരിയറിലുള്ള ടെമ്പറേച്ചറിലും കൂടുതൽ ടെമ്പറേച്ചർ വേണം. അപ്പൊ എന്താണ് വെച്ചാൽ ഇന്റീരിയറിലുള്ള തന്നെ എല്ലാ പ്രോട്ടോണിനും പറ്റില്ല. ഹൈ എനർജി ഉള്ള പ്രോട്ടോൺസ് ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹൈ എനർജി ഉള്ള പ്രോട്ടോൺ മാത്രമാണ് ഫ്യൂസ് ചെയ്തിട്ട് ഈ ഹീലിയം ആയിട്ട് മാറുന്നുള്ളൂ. ഇപ്പൊ ഹൈ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത് കൊണ്ട് തന്നെ തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ നടക്കാൻ കാരണം എന്താണ്? രണ്ട് പോസിറ്റീവ് ചാർജുള്ള രണ്ട് പ്രോട്ടോൺസിനെ അടുത്ത് കൊണ്ടുവരണമെങ്കിലുള്ള കൂളം റിപ്പൽഷൻ അല്ലെങ്കിൽ കൂളം ബാരിയർ ആണ് ഈ എനർജി 400 kV. ഇതിന്റെ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ആണ് 3 × 10⁹ കെൽവിൻ. അപ്പൊ ഇങ്ങനെ ഹീലിയം ആയി മാറിക്കഴിഞ്ഞാൽ ഹീലിയം ബേൺ ചെയ്യണമെങ്കിൽ ഇതിലും ഹൈ ടെമ്പറേച്ചർ വേണം. അപ്പം എന്താണ്, സൂര്യന്റെ കോർ കോൺട്രാക്ട് ചെയ്തും അതിന്റെ ഔട്ടർ എൻവെൽപ്പ് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതിനെ റെഡ് ജയന്റ് എന്ന് വിളിക്കും. പിന്നെ ചില സമയത്ത് അത് എക്സ്പ്ലോഡ് ചെയ്യും ആ ഔട്ടർ എൻവെൽപ്പ്. അതിനെ സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കും. അപ്പൊ അതിനുശേഷം എന്താണ് സൂര്യന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഹീലിയം ബേൺ ചെയ്ത് ഹീലിയം ഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ എത്തിയ ഹീലിയം ബേൺ ചെയ്ത് കാർബൺ ആയി മാറും. അപ്പം കാർബൺ ആയി മാറി കുറെ കാലം അങ്ങനെ അത് എനർജിയുടെ സോഴ്സ് ഓഫ് എനർജി ആയിട്ട് നിൽക്കും. അവസാനം എല്ലാ ഹീലിയവും തീർന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? കാർബൺ ഫ്യൂഷൻ തുടങ്ങണം. അതിനുവേണ്ടി വീണ്ടും കോർ, അതായത് ഗ്രാവിറ്റേഷണൽ കോൺട്രാക്ഷൻ നടക്കും. എന്നിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കാർബൺ ഓക്സിജൻ ആയിട്ട് മാറും. ഈ പ്രോസസ്സ് ഞാൻ ഇങ്ങനെ എഴുതിയേ ഉള്ളൂ. ഓക്സിജൻ പിന്നെ കമ്പൈൻ ചെയ്യണമെങ്കിൽ വീണ്ടും ടെമ്പറേച്ചർ കൂട്ടണം. വീണ്ടും ഗ്രാവിറ്റേഷൻ കോൺട്രാക്ഷൻ നടക്കും. വീണ്ടും ചെറുതായി വരും സൂര്യൻ. അപ്പം ഓക്സിജൻ കമ്പൈൻ ചെയ്ത് നിയോൺ ആയി മാറുന്നു. നിയോൺ കമ്പൈൻ ചെയ്ത് മെഗ്നീഷ്യം ആയി മാറുന്നു. അവസാനം ഒരു ന്യൂക്ലിയർ ഫ്യൂവൽ ഒന്നും ബാക്കിയില്ലാത്ത സമയത്ത് സൂര്യൻ എന്താണ് അതിന്റെ എൻഡ് സ്റ്റേജിലേക്ക് എത്തുന്നു. ഡെത്ത് ഓഫ് സ്റ്റാർ. അതായത് സൂര്യന്റെ എൻഡ് സ്റ്റേജ് എന്താണ്? വൈറ്റ് ഡ്വാർഫ് ആണ്. പറയണ കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ നിർത്തുവാണ്. അതായത് പല സ്റ്റാർസും പല രീതിയിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പം അതായത് ഹൈഡ്രജൻ ബേണിംഗ് കഴിഞ്ഞാൽ ഹീലിയം ബേണിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി ഞാൻ ജസ്റ്റ് എഴുതിയേ ഉള്ളൂ. ഇനി ഈ തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ കൺട്രോൾഡ് ആയിട്ട് നടത്തിയത് USA-ലാണ്. നടത്തിയിട്ടൊന്നും കൺട്രോൾഡ് തെർമോ ന്യൂക്ലിയർ ഫ്യൂഷൻ നടത്തിയിട്ട് എനിക്കറിയില്ല. കൺട്രോൾഡ് ഫ്യൂഷൻ നടത്തിയിട്ടൊന്നുമില്ല. അപ്പം കൺട്രോൾഡ് ഫ്യൂഷൻ നടത്താൻ പറ്റാത്തതിന് കാരണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ടെമ്പറേച്ചർ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന 10⁹ കെൽവിൻ അല്ലെങ്കിൽ 10⁸ കെൽവിൻ ഒക്കെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടെയ്നർ നമുക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സ്റ്റേറ്റിൽ ഹൈഡ്രജൻ ഒക്കെ അതിന്റെ പ്ലാസ്മ സ്റ്റേറ്റിലായിരിക്കും, അയോണിക് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഇല്ല. പിന്നെ ഫ്യൂഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഭൂമിയിൽ ഫ്യൂഷൻ ഇഷ്ടംപോലെ നടത്തിയിട്ടുണ്ട് പല രാജ്യങ്ങളും. അപ്പൊ എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ബൈ ഹൈഡ്രജൻ ബോംബ്. ഹൈഡ്രജൻ ബോംബിലാണ്, അത് അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഹൈഡ്രജൻ ബോംബില് ഫ്യൂഷൻ റിയാക്ഷൻ നടത്താൻ വേണ്ടി ചെയ്യുന്നത് ആദ്യം ഒരു ആറ്റം ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്നു. അപ്പൊ ഹൈ ടെമ്പറേച്ചർ എത്തും. ആ ഹൈ ടെമ്പറേച്ചറിലാണ് ന്യൂക്ലിയസ്, ലിത്തിയം ആണ് അവിടെ ഫ്യൂസ് ചെയ്യുന്നത്. ലിത്തിയം ഫ്യൂസ് ചെയ്ത് വീണ്ടും അടുത്ത എക്സ്പ്ലോഷൻ. അപ്പൊ 2 എക്സ്പ്ലോഷൻ ആണ്. അപ്പൊ അത്രയും വലിയ എക്സ്പ്ലോഷൻ ഒന്നും നമുക്കൊന്നും താങ്ങാൻ പറ്റില്ല അല്ലെ. അപ്പം ഹൈഡ്രജൻ ബോംബിന്റെ പ്രിൻസിപ്പിൾ ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ഇപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷൻ അവിടെ നടക്കുന്നത് തന്നെ ആദ്യം ഒരു ആറ്റം ബോംബ് എക്സ്പ്ലോഡ് ചെയ്തിട്ടാണ്. അപ്പൊ ഇത്രയൊക്കെയാണ്
ഈ ചാപ്റ്ററിൽ ഉള്ളത്. ഇലക്ട്രോണിക്സ് 5.5 അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് കഴിയും. അപ്പൊ ഞാൻ 1.5 മണിക്കൂർ എന്നല്ലേ പറഞ്ഞേ. അപ്പൊ തീർക്ക ഏതായാലും 86 പേരായോ? എന്താണ് അടുത്തു നിങ്ങളൊരു 4:35 വാ. എണീറ്റ് പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോ കേട്ടോ. അത് സൈൻ ഔട്ട് ചെയ്യണ്ട. ഇത് ലീവ് ചെയ്യാതെ പോയിട്ട് വാ. നിങ്ങളുടെ ക്ലാസ് കാരണം ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ് വരെയും ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാം നിങ്ങൾ തീർക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇന്ന് ശരിക്കും ഫസ്റ്റിന്റെ ക്ലാസ് ഉള്ള ദിവസമായിരുന്നു. Chapter 14 Semiconductor Electronics and Electronic Devices ആണ്. അപ്പം അത് നമ്മൾ ടെക്സ്റ്റിലെ അതായത് പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് നമ്മുടെ ടെക്സ്റ്റില് പറയുന്നുണ്ട്. അപ്പം സാധാരണ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ പ്യുവർ സെമി കണ്ടക്ടേഴ്സ് സിലിക്കണും ജെർമാനിയം ആണ്. 14th ഗ്രൂപ്പിൽ വരുന്ന സിലിക്കണും ജെർമാനിയം ആണ്. ബാക്കി കാർബൺ എന്ന് പറയുന്നത് ഇൻസുലേറ്റർ ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു കണ്ടക്ടർ തന്നെയാണ്. ഇപ്പം സെമി കണ്ടക്ടർ ഇപ്പം സിലിക്കൺ അല്ലെങ്കിൽ ജെർമാനിയത്തിന്റെ വാലൻസ് ഷെല്ലില് 4 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ ഇത് 4 ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്ത് കോവലന്റ് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇത് വളരെ വീക്ക് ബോണ്ടാണ്. കോവലന്റ് ബോണ്ട് ഫോം ചെയ്തുകൊണ്ട് നോർമൽ ടെമ്പറേച്ചർ തന്നെ ചില ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്യും. ടെമ്പറേച്ചർ കൂട്ടിയാലും ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുമ്പം ഇലക്ട്രോൺസ് റിലീസ് ആവും. അപ്പം ഇലക്ട്രോൺ റിലീസ് ആയാൽ ഇപ്പം ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു പ്ലേസിൽ നിന്ന് ഒരു പ്ലേസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ റിലീസ് ആയാൽ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവും. അപ്പൊ അതിനെന്താണ്, ഇതൊരു പോസിറ്റീവ് ചാർജ് പോലെ ബിഹേവ് ചെയ്യും. ഒരു ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ള ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് ആണ്. അപ്പൊ അതിനെയാണ് നമ്മളൊരു ഹോൾ എന്ന് വിളിക്കുന്നത്. ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് പോയി സാധാരണ നോർമൽ ടെമ്പറേച്ചർ തന്നെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ കുറെ ഇലക്ട്രോൺസ് കോവലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്ത് കുറെ ഇലക്ട്രോൺസ് പുറത്തേക്ക് വരും. അത്രയും തന്നെ ഹോൾസും ഉണ്ടാവും. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ് ആയിരിക്കും. അതുപോലെ ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കൊണ്ട് ഇലക്ട്രോൺ കറണ്ടും ഹോളിന്റെ മൂവ്മെന്റ് കൊണ്ട് ഹോൾ കറണ്ടും ഒക്കെ ഉണ്ടാവാം ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്താൽ. ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്തുകൊണ്ട്, ഇപ്പൊ സാധാരണയുള്ള സെമി കണ്ടക്ടേഴ്സ് നമുക്കൊരു കണ്ടക്ടിങ് മെറ്റീരിയൽ ആയിട്ടോ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ നിന്നോ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യുന്നതാണ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യാന്ന് പറയും. ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ അല്ലാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പം എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഒരു പെന്റാവലന്റ് ഇമ്പ്യൂരിറ്റി ആണ് ആഡ് ചെയ്യുന്നത്. അതായത് ഫോസ്ഫറസ് ഒക്കെ പോലെ ഒക്കെയുള്ള പെന്റാവലന്റ് 15th ഗ്രൂപ്പിലെ എലമെന്റ് ആഡ് ചെയ്യുന്നു. അപ്പൊ അതിന് എന്താണ് 5 ഇലക്ട്രോൺസ് ഉണ്ടാവും വാലൻസ് ഷെല്ലില്. അപ്പൊ 5 എണ്ണത്തിൽ 4 എണ്ണം ഒരു സിലിക്കണിലെ ജർമ്മനി റീപ്ലേസ് ചെയ്താണ് അവിടെ കയറിയിരിക്കുന്നത്. അപ്പൊ 4 ഇലക്ട്രോൺസ് ഷെയർ ചെയ്യപ്പെടും. ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ആയിരിക്കും. ഇതുപോലെ ppm പാർട്സ് പെർ മില്യൺ ആണ്. വളരെ ചെറിയ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്താൽ അത്രയും ഇലക്ട്രോൺസ് അവിടെ കൂടുതലുണ്ടാവും. അപ്പം ഇതിനെയാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് വിളിക്കുന്നത്. പെന്റാവലന്റ് അല്ലെ 15th ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എൻ ടൈപ്പ് ഇലക്ട്രോൺസ് ആണ് അവിടെ മെജോറിറ്റി കാരിയേഴ്സ്. അത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നതുകൊണ്ട് ബാക്കിയുള്ള ആറ്റം ഈ ഇതിലെ ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്ത പെന്റാവൽ ആറ്റം പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. ഇലക്ട്രോൺ അവിടെ നിന്ന് നഷ്ടപ്പെട്ട് വേറെ ഇതിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുമായിരിക്കും. അപ്പോൾ ഒരു പോസിറ്റീവ് അയോണും അതുപോലെ തന്നെ ഇലക്ട്രോണും ഉണ്ടാവും എൻ ടൈപ്പിൽ. ഇനി പി ടൈപ്പിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സിലിക്കൺ അല്ലെ ജർമാനിന്റെ 4 വാലൻസ് ഇങ്ങനെ ബോണ്ടിന്റെ ഇടയ്ക്കേക്ക് പാർട്സ് പെർ മില്യൺ ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്നു. 13th ഗ്രൂപ്പിൽ വരുന്ന ബോറോൺ ഒക്കെ പോലെയുള്ള ബിസ്മത്ത് ബോറോൺ ഒക്കെ പോലെയുള്ള അത് ആഡ് ചെയ്യുന്നു.
ബിസ്മത്ത് എനിക്കില്ല. അപ്പം ഇപ്പൊ അവിടെ എന്താണ് 3 ഇലക്ട്രോൺസ് ഷെയറിങ്ങിലുള്ളൂ. അപ്പൊ നാലാമത്തെ ആ ഒരു ബോണ്ടിന്റെ അല്ലെങ്കിൽ ഒരു സിലിക്കൺ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. പക്ഷെ നാലാമതൊരു ഇലക്ട്രോൺ ഷെയർ ചെയ്യാൻ വേണ്ടി ഇല്ല. അപ്പൊ അവിടെ ഒരു വേക്കൻസി ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും, അതൊരു ഹോൾ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഇതുപോലെ പാർട്സ് പെർ മില്യൺ ഇഷ്ടംപോലെ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ഉണ്ടാവും, അത്രയും ഹോൾസും ഉണ്ടാവും. അപ്പൊ എന്താണ് ഇവിടെ ഹോൾസിന്റെ എണ്ണമായിരിക്കും കൂടുതൽ. ആദ്യം തുടക്കത്തിൽ ഇലക്ട്രോൺസ് ഹോൾസും ഈക്വൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഫൈനലി ഹോൾസിന്റെ എണ്ണമായിരിക്കും കൂടുതൽ. അപ്പം ഇലക്ട്രോൺ അപ്പം ഇവിടെ ഉള്ള ഈ ഒരു ഇലക്ട്രോൺ എവിടുന്നെങ്കിലും ഒരു ഇലക്ട്രോൺ വന്ന് ഈ വേക്കൻസി ഫില്ല് ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ ട്രൈവലന്റ് ആറ്റത്തിന് ഒരു ഇലക്ട്രോൺ കൂടെ കിട്ടും, ആക്സെപ്റ്റർ ആറ്റം എന്ന് വിളിക്കും. അതുകൊണ്ട് ഒരു നെഗറ്റീവ് ചാർജും ഒരു ഹോളും ആണ് പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ പ്രത്യേകത. ഹോൾസ് ഉണ്ട്, പിന്നെ അയേൺസ് ഒക്കെ എന്താണെന്ന് വെച്ചാല് നെഗറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് നമ്മുടെ നോട്ടിലേക്ക് പോകാം. ഒരു പി എൻ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പി ടൈപ്പും എൻ ടൈപ്പും, ഒരു മിനിറ്റ്, ഒരു പി ടൈപ്പ് എൻ ടൈപ്പും കൂടെ അടുത്ത് വെക്കുന്നതിനെ ആണെങ്കിൽ ജംഗ്ഷൻ ഫോംഡ് വെൻ എ പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇസ് ബ്രോട്ട് ടുഗദർ ഈസ് കോൾഡ് പി എൻ ജംഗ്ഷൻ. ആക്ച്വലി പി ടൈപ്പ് എൻ ടൈപ്പും അടുത്ത് കൊണ്ടുവന്ന് വെക്കുകയല്ല ചെയ്യുന്നത്. ഒരു പി ടൈപ്പ് ഒരു സെമി കണ്ടക്ടർ എടുത്തിട്ട് അതിന്റെ ഒരു സൈഡില് ട്രൈവലന്റ് ഇമ്പ്യൂരിറ്റിയും ഒരു സൈഡില് പെന്റാവലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ കറക്റ്റ് ജംഗ്ഷൻസ് ഒന്നും ഫോം ചെയ്യില്ല. പിന്നെ ഈ ജംഗ്ഷൻസിൽ പി എൻ ജംഗ്ഷനിൽ എന്താണ് പ്രത്യേകത നോക്കാം. അപ്പൊ ഈ പി എൻ ജംഗ്ഷൻ ഇങ്ങനെ ഫോം ചെയ്ത് കഴിയുമ്പോൾ പി എൻ ജംഗ്ഷൻ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പി ടൈപ്പ്, ഇവിടെ എൻ ടൈപ്പും ആണ്. പി ടൈപ്പിൽ കുറെ ഹോൾസും ഉണ്ട്, അതിൽ നെഗറ്റീവ് അയൺസ് ആണ് ഉണ്ടായിരുന്നത്. ഇനി എൻ ടൈപ്പില് ഇലക്ട്രോൺസും പോസിറ്റീവ് അയൺസും ആണുള്ളത്, അതായത് ആക്സെപ്റ്റർ അയൺസ്. ഇവിടെ ഡോണർ അയൺ, സോറി, ഇവിടെ ആക്സെപ്റ്ററും ഇവിടെ ഡോണർ അയൺസും ആണുള്ളത്. അപ്പം ഈ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഹോൾസ് ഇലക്ട്രോൺസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് അത് ന്യൂട്രൽ ആയി മാറും. ഇലക്ട്രോൺ പോയി ഒരു ഹോളിന്റെ പ്ലേസിൽ ഇരുന്നു. അപ്പൊ ബാക്കി ഈ ജംഗ്ഷനിൽ കുറെ നെഗറ്റീവ് അയൺസ് എക്സ്പോസ്ഡ് ആവും, അതായത് അതിന്റെ ചാർജ് നഷ്ടപ്പെട്ട് നെഗറ്റീവ് അയൺസ് ഇവിടെ വരും, ഈ സൈഡിൽ പോസിറ്റീവ് അയൺസും വരും. പിന്നെ ഈ സൈഡിലെ ഹോൾസിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, ഒരു പോസിറ്റീവ് പ്ലേറ്റ് വെച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഒരു നെഗറ്റീവ് പ്ലേറ്റ് വെച്ചതുപോലെ, അതായത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് സൈഡും ഇങ്ങനെ വെച്ചതുപോലെ ഉണ്ടാവും. സോ അങ്ങനെ ഈ റീജിയനെ, അതായത് ചാർജ് കാരിയേഴ്സ് ഇല്ലാത്ത റീജിയനെ ഡിപ്ലീഷൻ ലെയർ എന്ന് വിളിക്കും. ഇനി ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. അപ്പൊ ഇതുപോലെയുള്ള ഒരു പി എൻ ജംഗ്ഷന് രണ്ട് ടെർമിനൽ കൊടുക്കുവാണെങ്കിൽ, പുറത്തേക്ക് മെക്കാനിക്കൽ കോണ്ടാക്ടിന് രണ്ട് ടെർമിനൽ കൊടുക്കുവാണെങ്കിൽ അതിനെയാണ് ഒരു ഡയോഡ് എന്ന് വിളിക്കുന്നത്. ഇപ്പം സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് പറഞ്ഞ സെമി കണ്ടക്ടർ പി എൻ ജംഗ്ഷൻ വിത്ത് 2 മെറ്റാലിക് കോണ്ടാക്ട്സ്. അപ്പൊ അതിന്റെ പിക്ചർ കാണിച്ചു തരാം. പിക്ചർ ക്ലോസ് ആയിപ്പോയി, ട്രാൻസ്ഫോമറിന്റെ സൈഡില് ഈ കാണിച്ചിരിക്കുന്ന ഈ സൈഡിൽ കാണുന്ന ഇതാണ് ഡയോഡുകൾ. വളരെ ചെറിയ സംഭവമാണ്. ഇതിന്റെ ഈ റിങ് പോലെയുള്ളത് പോസിറ്റീവ് ചാർജും ഈ പോസിറ്റീവ് സൈഡും മറ്റേ എൻഡ് നെഗറ്റീവ് സൈഡും ആണ്. 1 മിനിറ്റ്.
ഈ കാണിച്ചിരിക്കുന്നതാണ് ഡയോഡ്സ്. ഇത് നമ്മുടെ ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറിന്റെ പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കപ്പാസിറ്റർ ആണ്. ഇങ്ങനെ പി എൻ ജംഗ്ഷൻ ഡയോഡ്, അതിന്റെ നമുക്ക് ഡയോഡിന്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ട്രയാങ്കിൾ വരയ്ക്കുന്നു, ഒരു ബാറ്. അപ്പൊ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആണ്. ഇനി സിലിക്കൺ ഡയോഡ്സും ഉണ്ട്, ജെർമാനിയൻ ഡയോഡ് ഒക്കെ ഉണ്ട്. സിലിക്കണിന്റെ ആണെങ്കിൽ ഈ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ പിന്നെ ക്രോസ് ചെയ്യാൻ പറ്റാത്ത ആ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സിലിക്കണിന്റെ 0.7 വോൾട്ടും ജെർമാനിയത്തിന് 0.2 വോൾട്ടും ആണ്. ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്ത് ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്താൽ മാത്രമേ പിന്നെ ഇലക്ട്രോൺസ് ഹോൾസ് അല്ലെങ്കിൽ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ ഈ ഡയോഡിന്റെ ഫോർവേഡ് ബൈസിങ് എന്താണ്, റിവേഴ്സ് ബൈസിങ് എന്താണെന്നൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്താൽ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവുന്നു. ചാർജ് കാരിയേഴ്സിന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇതൊരു യൂണി ഡയറക്ഷനിൽ അല്ലെങ്കിൽ കറണ്ട് ഫ്ലോയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ ചാർജ് ഫ്ലോ പിന്നെ ഉണ്ടാവണമെങ്കിൽ ഇലക്ട്രോൺസ് ഇവിടെയുള്ള ഹോൾസിനെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ പിയിലേക്ക് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് കണക്ട് ചെയ്യുന്നു. ഇങ്ങോട്ട് ബാറ്ററിയുടെ പോസിറ്റീവും എന്നിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യും, ഹോൾസിനെ റൈറ്റ് സൈഡിലേക്ക് റിപ്പൽ ചെയ്യും. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ. അപ്പൊ ഇതൊന്നും ശരിക്കും ഇത് ഇവിടെ നമ്മുടെ സിലബസിൽ ഫോക്കസ് ഏരിയയിൽ എത്തിയിട്ടില്ല. അപ്പം പിയിലേക്ക് പോസിറ്റീവ് ടെർമിനലും എന്നിലേക്ക് നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുന്നതിനെ നമ്മൾ ഫോർവേഡ് ബയസിംഗ് എന്ന് വിളിക്കുന്നു. അപ്പൊ ആ സമയത്ത് കറണ്ട് ഫ്ലോ ഉണ്ടാവും, അതിലൂടെ ഹോൾസും ഇലക്ട്രോൺസും മൂവ് ചെയ്യുന്നുണ്ടാവും. ഇനി നേരെ തിരിച്ച് പി എൻ ജംഗ്ഷൻ റിവേഴ്സ് ബൈസ്ഡ് ആണെങ്കിൽ പി പോസിറ്റീവ് സൈഡ്, പി സൈഡിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവും എൻ സൈഡിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവും കൊടുക്കുന്നു. പിയിലേക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് കൊടുത്താൽ വീണ്ടും വീണ്ടും ഡിപ്ലീഷൻ ലെയറിന്റെ വാല്യൂ കൂടി വരികയുള്ളൂ. എന്നിലേക്ക് അതുപോലെ തന്നെ എന്നിലേക്ക് പോസിറ്റീവ് കൊടുക്കുന്നു. അപ്പം ഡിപ്ലീഷൻ ലെയറിന്റെ വാല്യൂ കൂടുന്നു, ബാരിയർ പൊട്ടൻഷ്യൽ ഒക്കെ കൂടിയാണ് വരുന്നത്. അപ്പൊ പിന്നെ അവിടെ കറണ്ട് ഫ്ലോ ഇല്ലാന്ന് തന്നെ പറയാം. അപ്പൊ അതിനെയാണ് റിവേഴ്സ് ബൈസിംഗ് എന്ന് വിളിക്കുന്നത്. റിവേഴ്സ് ബൈസിംഗിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡയോഡ് ഉണ്ട്, സെനർ ഡയോഡ്. അപ്പൊ നമുക്ക് പഠിക്കാനില്ല. അപ്പൊ ഇതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്, ജംഗ്ഷൻ ആപ്ലിക്കേഷൻ ആസ് എ ഡയോഡ് ആസ് എ റെക്ടിഫയർ സർക്യൂട്ട്. റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എ സി വോൾട്ടേജിനെ ഡി സി ആക്കി മാറ്റുന്നതിനെയാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റെക്ടിഫയർ സർക്യൂട്ടിൽ എങ്ങനെയാണ് ഇത് റെക്ടിഫയർ ആയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അപ്പൊ അതായത് ആദ്യം ഒരു ട്രാൻസ്ഫോമർ, നേരത്തെ കാണിച്ച ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ ഒരു പ്രൈമറിയിൽ 2 ഇൻപുട്ട് ഉണ്ടാവും, സെക്കൻഡറിയിൽ 2 വയേഴ്സ് ഉണ്ടാവും. അപ്പൊ അതിലേക്ക് ഒരു ഡയോഡ് മാത്രം കൊടുക്കുന്നു. ഡയോഡിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ഒരു റെസിസ്റ്റർ അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റർ എന്ന നമ്മുടെ ഡിവൈസ് ആയിരിക്കും RL, റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നു. അപ്പൊ ഒരു എ സി വേവ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ എന്താണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡിന്റെ ഈ പി റീജിയൻ, ഈ ട്രയാങ്കിൾ പോസിറ്റീവ് റീജിയനിലേക്ക് പോസിറ്റീവ് വരും, ഇതിലേക്ക് നെഗറ്റീവ് വരും. അപ്പൊ ആ സമയത്ത് മാത്രം ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും ഡയോഡ് കണ്ടക്ട് ചെയ്യും. അപ്പൊ ആ ഹാഫ് സൈക്കിൾ അതുപോലെ തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. പിന്നെ അത് ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ ഇവിടേക്ക് പിയിലേക്ക് നെഗറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവ് കണക്ട് ചെയ്തപോലെയാണ് ഡയോഡ് റിവേഴ്സ് ബയസ്ഡ് ആണ്. ആ സമയത്ത് കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ കിട്ടില്ല, ഔട്ട്പുട്ടിൽ കിട്ടില്ല. വീണ്ടും നെക്സ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടും. പിന്നെ സ്ക്രീൻ ഷെയറിംഗ് നിങ്ങൾക്ക് വന്നിട്ടില്ല. ഉണ്ടോ? ഒരു സർക്യൂട്ട് ഡയഗ്രാം വന്നിട്ടുണ്ടോ? എന്റെ മുന്നിലേക്ക് വന്നിട്ടില്ല. അപ്പം പോസിറ്റീവ് സൈക്കിൾസ് മാത്രം കിട്ടും, നെഗറ്റീവ് ഒഴിവാക്കി കിട്ടും. അതായത് കറണ്ടിനെ ഏകദേശം ഒരു DC ആക്കി എന്ന് പറയാം, പകുതി ഭാഗം പോയി, എന്നാലും നമുക്ക് DC വോൾട്ടേജ് കിട്ടി എന്ന് പറയാം. ഇത് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറയും. പകുതി പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് മാത്രം കിട്ടും. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു ട്രാൻസ്ഫോമറും ഒരു ഡയോഡും മാത്രം മതി, ഡയോഡിന്റെ കണക്ഷൻ. പിന്നെ ഔട്ട്പുട്ട് എടുക്കുന്ന ആ ഭാഗത്തിന് ഒരു റെസിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ്, ഏത് ഡിവൈസിലേക്കാണ് നമുക്ക് DC വേണ്ടത് ആ ഡിവൈസിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും RL ആയിട്ട് വരുന്നത്. ഇനി ഫുൾ വേവ് റെക്ടിഫയർ എന്ന് പറയുന്നതിൽ 2 ഡയോഡ് ഉപയോഗിക്കുന്നു. ഇവിടെ എന്താണ്, ഈ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടില് സെക്കൻഡറിയിൽ നിന്ന് ഒരു സെന്ററിൽ നിന്ന് ഒരു കണക്ഷനും കൂടി ഉണ്ട്. അപ്പൊ അതിന് സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ എന്ന് വിളിക്കും. അപ്പൊ അതിന്റെ പിക്ചർ ആണ് ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ. സെന്റർ ടാപ്ഡ് ട്രാൻസ്ഫോമർ ആണ്. പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിൽ നിന്ന് 3 കണക്ഷൻസ് വരും, ഇപ്പുറത്തുനിന്ന് 2 കണക്ഷനേ ഉള്ളൂ.
അപ്പൊ ഇവിടെ നോക്കാം, രണ്ട് ഡയോഡ് കൊടുത്തിട്ടുണ്ട്, രണ്ട് ഡയോഡും ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നു, ഒരു ലോഡ് റെസിസ്റ്റർ ഉണ്ട്, ഔട്ട്പുട്ട് എടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു എ സി വേവ്, ഒരു വേവ് ഫോം കൊടുക്കുവാണെങ്കിൽ ഈ സെന്റർ ടാപ്പിംഗ് ഇങ്ങനെ നടത്തിയിരിക്കുന്നതുകൊണ്ട്, അതായത് എയിലേക്ക് പോകുന്നത് കണക്ഷൻ ഇവിടുന്നും, പിന്നെ ഒരെൻഡ് ഇങ്ങനെയാണ്, ഈ ഗ്രൗണ്ട് ഇത് ഗ്രൗണ്ട് ചെയ്യാന്നാണ് പറയുന്നത്. അപ്പം അതായത് ഡയോഡ് എയിലേക്ക് വരുന്ന വേവ് ഫോം ഈ രീതിയിലായിരിക്കും. സെന്റർ ടാപ്പിംഗ്, സെന്റർ എന്നുള്ള കണക്ഷൻ ബിയിലേക്ക് ഈ എൻഡും സെന്റർ എന്നുള്ള ഒരു കണക്ഷനുമാണ് പോയിരിക്കുന്നത്. അപ്പം ബിയിലേക്ക് വരുന്നത് നേരെ തിരിച്ചുള്ളൊരു വേവ് ഫോം ആയിരിക്കും വരിക. അപ്പൊ ആദ്യത്തെ ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് എ കണ്ടക്ട് ചെയ്യും, പിന്നെ ആ സമയത്ത് ഡയോഡ് ബി കണ്ടക്ട് ചെയ്യില്ല, കാരണം അതിൽ നേരെ തിരിച്ചുള്ള ഒരു വേവ് ആണ് വരുന്നത്. നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ പോസിറ്റീവ് ആണ്, അപ്പോൾ ഡയോഡ് ബി കണ്ടക്ട് ചെയ്യും, എ കണ്ടക്ട് ചെയ്യില്ല. അപ്പൊ ആ രീതിയിലാണ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് വരുമ്പോൾ ഡയോഡ് എ കണ്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ ബിയിലെ വേവ് ഫോം പോസിറ്റീവ് ആവുന്ന സമയത്ത് ഡയോഡ് ബിയും കണ്ടക്ട് ചെയ്യും. നമുക്ക് കംപ്ലീറ്റ് ഔട്ട്പുട്ട് ആയിട്ട് എല്ലാ ഹാഫ് സൈക്കിൾസും റെക്ടിഫൈഡ് ആയിട്ട് കിട്ടും. ഇത് D1, ഇത് D2, ഇത് D1, D2 റെക്ടിഫൈഡ് ആയിട്ട് കിട്ടും. അപ്പൊ ഇത് പോസിറ്റീവ് സൈഡ് വന്നു, പക്ഷേ എന്നാലും റിപ്പിൾസ് ഉണ്ട്, ഇങ്ങനെ സ്റ്റഡി അല്ല, വേരി ചെയ്യുന്ന കറണ്ട് തന്നെയാണ് കിട്ടുന്നത്. ഇതിനെ സ്റ്റഡി കറണ്ട് ആക്കാൻ വേണ്ടി നമ്മൾ ഫിൽട്ടർ സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നു. ഫിൽട്ടർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ റിപ്പിൾസ് ഒഴിവാക്കാൻ വേണ്ടിയുള്ളതാണ്. ഫിൽട്ടർ സർക്യൂട്ട് സാധാരണയായിട്ട് ഉള്ളത് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്താൽ നമുക്ക് ഈ ഇതിന്റെ ആ റിപ്പിൾ ഫാക്ടേഴ്സ് ഒഴിവാക്കാൻ പറ്റും. അതായത് നമ്മുടെ റെക്ടിഫയർ സർക്യൂട്ടില് ഇവിടെ ഒരു കപ്പാസിറ്റർ ഇങ്ങനെ പാരലൽ, ഈ ലോഡ് റെസിസ്റ്റൻസിന്റെ മുന്നേ ഒരു കപ്പാസിറ്റർ പാരലൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പം നമ്മുടെ ഈ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ഈ ഇവിടെ കിട്ടിയ റിപ്പിൾസ് ഇതാണ് കൊടുക്കുന്നത്. അതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും, പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. അപ്പൊ ആ രീതിയിലാണ് പോകുന്നത് നമ്മൾ സാധാരണയായിട്ടുള്ള AC. പക്ഷെ ഇതിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ഇങ്ങനെയാണ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് വരിക. അതിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പോസിറ്റീവിലേക്ക് പോകുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ചെയ്യും, നെഗറ്റീവിലേക്ക് വരുമ്പോൾ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യണം നെഗറ്റീവ് ഭാഗം വരുമ്പോൾ. പക്ഷെ എന്താണ്, എ കപ്പാസിറ്റർ ഹാസ് എ ടൈം കോൺസ്റ്റന്റ് വിച്ച് ഈസ് ഈക്വൽ ടു C into R. ടൈം കോൺസ്റ്റന്റ് C into RL ആണ്. ഇവിടെ RL ലോഡ് റെസിസ്റ്റർ ആയതുകൊണ്ട് അല്ലെങ്കിൽ C into R നേട്ടും. If time constant is large, it will stay in the high output stage. അതായത് ഇതിന്റെ വോൾട്ടേജ് കുറഞ്ഞു വരുന്നതിന് മുന്നേ തന്നെ അടുത്ത സൈക്കിൾ എത്തിയിട്ടുണ്ടാവും. അപ്പൊ C into R എന്ന് പറഞ്ഞ ടൈം കോൺസ്റ്റന്റ് കൂടുതൽ കൊടുത്താൽ, അല്ലെങ്കിൽ ലാർജ് കപ്പാസിറ്റൻസ് ഉള്ള ഒരു കപ്പാസിറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഈ റെക്ടിഫയർ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ താഴേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അടുത്ത സൈക്കിൾ എത്തിയിട്ടുണ്ടാവും. കുറച്ച് സമയം സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു, ആ സമയത്ത് അടുത്ത പോസിറ്റീവ് വന്നിരിക്കുന്നു, വീണ്ടും കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നു, താഴേക്ക് പോകുന്നതിന് വേണ്ടി അടുത്ത പോസിറ്റീവ്, അങ്ങനെ നമുക്ക് സ്റ്റഡി ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ഫിൽട്ടർ സർക്യൂട്ടിൽ നടക്കുന്നത്. അപ്പം റെക്ടിഫയർ രണ്ട് ടൈപ്പ്, ഹാഫ് വേവും ഫുൾ വേവും. ഹാഫ് വേവിൽ ഒരു ഡയോഡ് മാത്രം ഉപയോഗിക്കുന്നു, ഫുൾ വേവിൽ രണ്ട് ഡയോഡ് ഉപയോഗിക്കുന്നു. 4 ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് പഠിക്കാനില്ല. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ടും ഫിൽട്ടർ സർക്യൂട്ടും ഡയഗ്രങ്ങളൊക്കെ പഠിച്ചാൽ മതി. പിന്നെയുള്ളത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ഒരു 10 മിനിറ്റ് കൂടി എടുത്തിട്ട് നിർത്താം. ആൻഡ് ലോജിക് ഗേറ്റ്സ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വാച്ചിലേക്ക് ഉപയോഗിക്കുന്ന പോലെ ഡിജിറ്റൽ വാല്യൂസ് ആണ്. 0യും 1ഉം 2 വാല്യൂസേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന സൈൻ വേവ്, കൊസൈൻ വേവ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് വേരിയേഷൻ എന്ന് പറയുന്നതിന് നമ്മൾ അനലോഗ് സിഗ്നൽസ് എന്ന് വിളിക്കും. ഡിജിറ്റൽ സിഗ്നൽസ് ആണെങ്കിൽ നമ്മുടെ ഈ സ്ക്വയർ വേവ് പോലെ ഇങ്ങനെ 0യും 1ഉം 0യും 1ഉം 2 വാല്യൂസ് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഹൈയും ലോയും 2 വാല്യൂസ്. അപ്പൊ ഇങ്ങനെ ഈ ഡിജിറ്റൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ലോജിക് ഗേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ലോജിക് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ ലോജിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. നമ്മൾ ഇൻപുട്ട് സൈഡിൽ കൊടുക്കുന്ന ആ വാല്യൂവും ഔട്ട്പുട്ട് സൈഡിൽ കൊടുക്കുന്ന വാല്യൂ തമ്മിൽ ഒരു ലോജിക് റിലേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള 5 ഗേറ്റുകളെ കുറിച്ചാണ്, ഗേറ്റ് എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്യുന്നത്, ഗേറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിന്റെ ഉള്ളിലൊക്കെ ട്രാൻസിസ്റ്ററും ഡയോഡൊക്കെയാണ് ഉള്ളത്. അപ്പം അത് നമ്മൾ 5 എണ്ണം, നോട്ട്, ആൻഡ്, ഓർ, നാൻഡ്, നോർ, ക്യാപിറ്റൽ ആയിട്ട് എഴുതി വെക്കുക. നോട്ട് ഗേറ്റ്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നാൻഡ് ഗേറ്റ്, നോർ ഗേറ്റ്.
ഇതിലെ ആദ്യത്തെ മൂന്നെണ്ണം നോട്ടും ആൻഡും ഓറും എന്താണ് ഫണ്ടമെന്റൽ ഓർ ബേസിക് ഗേറ്റ്സ് ആണ്. നാൻഡും നോറും യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. ഒരു നോട്ട് ഗേറ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദാറ്റ് ഈസ് ആൻ ഇൻവേർട്ടിംഗ് ഗേറ്റ്. നമുക്കൊരു ഇൻപുട്ട് കൊടുത്താൽ അതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ഔട്ട്പുട്ട് കിട്ടുന്ന ഗേറ്റ് ആണ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിന്റെ സിമ്പിൾ ഇങ്ങനെ ഡയോഡിന്റെ പോലെ ട്രയാങ്കിൾ ഇട്ടത് 0 കിട്ടും. എ എന്ന് പറയുന്ന ഇൻപുട്ടും വൈ എന്ന് പറയുന്ന ഔട്ട്പുട്ട് ആണ്. 0 കൊടുത്താൽ 1 കിട്ടും, 1 കൊടുത്താൽ 0 കിട്ടും. അത്രേ ഉള്ളൂ നോട്ട് ഗേറ്റ്. ഇൻവേർട്ട് ചെയ്യുന്നു, നമ്മുടെ ഇൻപുട്ടിനെ ഇൻവേർട്ട് ചെയ്യുന്നു. ഇനി ഓർ ഗേറ്റ്. ഓർ ഗേറ്റിന്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ഓർ ഗേറ്റിന് ഒരു ഔട്ട്പുട്ടും എത്ര വേണമെങ്കിലും ഇൻപുട്ടും ആവാം. ഇപ്പൊ 2 ഇൻപുട്ട് എടുക്കുവാണെങ്കിൽ 0 0 കൊടുത്താൽ 0 കിട്ടും, 0 1 കൊടുത്താൽ 1 കിട്ടും. ഒരു അഡീഷൻ പോലെയാണ്. 1 0 കൊടുത്താൽ 1 കിട്ടും, 1 1 ഡിജിറ്റൽ സർക്യൂട്ടിൽ 1 1 1 ആഡ് ചെയ്താൽ 1 ആണ് കിട്ടുക. ഒരു കോംപ്ലിമെന്റും കൂടെ വരും. അപ്പം ടാലി 1 എന്ന് പറയും, 2 അല്ല വരുന്നത്. അപ്പൊ 1 1 കൊടുത്താൽ 1 കിട്ടും. അതായത് അഡീഷൻ പോലെയാണ് ഓർ ഗേറ്റിൽ വരുന്നത്. അപ്പൊ കുറെ എണ്ണം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. 2 ഇൻപുട്ട് ലോ ആണെങ്കിൽ മാത്രമേ ലോ വരുള്ളൂ. ബാക്കി എല്ലാം ഹൈ വാല്യൂ ആയിരിക്കും. 0 0 0 0 വന്നാൽ മാത്രമേ 0 വരുള്ളൂ. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ വന്നാൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതാണ് ഓർ ഗേറ്റ്. അതിന്റെ ലോജിക് സിമ്പിളും ട്രൂത്ത് ടേബിളും. ഈ സംഭവം ഇങ്ങനെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ റിലേഷൻ കാണിക്കുന്നതിനാണ് ട്രൂത്ത് ടേബിൾ എന്ന് വിളിക്കുന്നത്. ഇനി ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്ലിക്കേഷൻ പോലെയാണ്. അപ്പൊ ആൻഡ് ഗേറ്റ് ഇങ്ങനെ ഒരു ഡി പോലെ ഇട്ടിട്ട് ഇൻപുട്ടിൽ നമുക്ക് എത്ര ഇൻപുട്ട് വേണമെങ്കിൽ ABCD എത്ര ഇൻപുട്ട് വേണമെങ്കിലും കൊടുക്കാം. ഔട്ട്പുട്ടിൽ 1 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെയാ വെച്ചാൽ എല്ലാ ഇൻപുട്ട് ഹൈ ആണെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഹൈ ആവുള്ളൂ. 0 0ക്ക് 0, 0 1ന് 0, 1 0ക്ക് 0, 1 1ന് 1. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വാല്യൂ പോലെ ഉണ്ടാവും അല്ലെ. 0 × 0, 0 × 1 0. ഇപ്പൊ കുറേ ഇൻപുട്ട് ഉണ്ടെന്ന് വിചാരിക്കാം. അതിൽ എല്ലാം ഹൈ ആവുന്ന ഒരു കേസിൽ മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് 1 വരുള്ളൂ. ബാക്കിയെല്ലാം സീറോസ് ആയിരിക്കും. ഇനി നാൻഡ് ഗേറ്റ്. നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഈ ആൻഡ് ഗേറ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. കുഞ്ഞാവിടെ നിൽക്കട്ടെ കേട്ടോ. അപ്പൊ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഇൻവേഴ്സ് ആണ്. നാൻഡ് ഗേറ്റ് ഇൻവേഴ്സ് ആകുമ്പോൾ ഒരു നോട്ടിന്റെ ഒരു 0 ഇട്ട് കൊടുക്കും. തന്നെ ഇതിന്റെ സിമ്പിൾ വരുന്നത് എങ്ങനെയാണ്. ഇനി ട്രൂത്ത് ടേബിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൻഡ് ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഏതെങ്കിലും ഒരു രണ്ട് ഇൻപുട്ടും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് 0, അല്ലെങ്കിൽ എല്ലാ ഇൻപുട്ടും ഹൈ ആവും മാത്രം 0, ബാക്കി എല്ലാം 1. അപ്പൊ ഇവിടെ നമുക്ക് 0 0 0 1 ആണെങ്കിൽ ഇവിടെ 1 1 1 1 0 ആണ്. ടീച്ചറെ ക്ലാസ്സിൽ പഠിത്തു. അപ്പൊ അതാണ് നാൻഡ് ഗേറ്റ്. എല്ലാ ഇൻപുട്ടും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് 0, ബാക്കി എല്ലാ കേസിലും 1. പിന്നെ നോർ ഗേറ്റ് ആണ്. നോർ ഗേറ്റ് എന്ന് പറയുന്നത് ഓറിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ അതെന്താണ്, നോർ ഗേറ്റിന്റെ കൂടെ ഒരു 0 കൂടി ഇട്ട് വെച്ചിരിക്കുന്ന ഒരു സിമ്പിൾ ആണ്. അപ്പൊ അതായത് 0 0യിൽ അവിടെ 1 ആയിരുന്നു, 0 0യിൽ അവിടെ 0 ആയിരുന്നു, ഇപ്പൊ ഇവിടെ 1 ആണ്. 0 0 1 എന്നുള്ളതാണ് അവിടെ ഔട്ട്പുട്ട്. ഇത് 1 0 0. അതായത് എല്ലാ ഇൻപുട്ടും 0 ആവുമ്പോൾ മാത്രം ഔട്ട്പുട്ട് ഹൈ, ബാക്കി എല്ലാം സീറോസ് ആയിരിക്കും. അത് ഓറിന്റെ ഓപ്പോസിറ്റ് ആണ് നോർ ഗേറ്റ്, അല്ലെങ്കിൽ ഒരു കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഈ നോറും നാൻഡും യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. അതിന് കാരണം എന്ന് പറയുന്നത് ബാക്കി എല്ലാ ഗേറ്റും ഈ നോറും നാൻഡ് ഗേറ്റും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും, അതിന്റെ കോമ്പിനേഷൻ കൊണ്ട്. ലാസ്റ്റ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ IC ചിപ്പുകളാണ്. ഇതുപോലുള്ള IC ചിപ്പുകളെയാണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കാണുന്നത് പോലെ ഇതിലുണ്ട്. ഇത് വെറുതെ ഒരു ബ്ലാക്ക് കേസ് ഒന്നും അല്ലെങ്കിൽ ഉള്ളിൽ കുറെ ലോജിക് ഗേറ്റ്സ് ഉണ്ടാകും. അതായത് കുറെ ട്രാൻസിസ്റ്ററും ഡയോഡും, മെനി ആക്റ്റീവ് കമ്പോണൻസ് ലൈക്ക് ട്രാൻസിസ്റ്റർ ആൻഡ് ഡയോഡ്, ആൻഡ് പാസീവ് കമ്പോണൻസ് ലൈക്ക് കപ്പാസിറ്റർ, റെസിസ്റ്റൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ചെറിയൊരു ചിപ്പിലേക്ക്, ഒരു സിംഗിൾ സ്റ്റോണിലേക്ക് ആഡ് ചെയ്യുന്നതിനെയാണ് IC ചിപ്പ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. കുറേ ലാർജ് നമ്പർ ഓഫ് ഡിവൈസസ് ഒരു ചെറിയ ഇതിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ IC ചിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതില് 2 ടൈപ്പ് ഉണ്ട്. ഡിജിറ്റൽ ICs ഉണ്ട്, അനലോഗ് ICs ഉണ്ട്. ഇപ്പൊ ഡിജിറ്റൽ ICസിലൊക്കെ അനലോഗ് ICസിലാണ് നമുക്ക് ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ICs ഒക്കെ ഉണ്ട്.
ഓപ്പറേഷണൽ ആംപ്ലിഫയർ ഒക്കെ അങ്ങനത്തെ ഡിവൈസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. SSI, MSI, LSI ആൻഡ് VLSI. SSI എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു ചിപ്പിൽ ഉപയോഗിക്കുന്ന ലോജിക് ഗേറ്റ്സിന്റെ എണ്ണം 10ൽ കുറവാണെങ്കിൽ അതിനെയാണ് സ്മോൾ സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി 100ൽ കുറവാണെങ്കിൽ 10നും 100നും ഇടയ്ക്കാണെങ്കിൽ അതിനെ മീഡിയം സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് വിളിക്കും. 1000ൽ കുറവാണെങ്കിൽ അതിനെ ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് വിളിക്കും. ഇനി 1000ൽ കൂടുതലാണെങ്കിൽ വെരി ലാർജ് സ്കെയിൽ ഇന്റഗ്രേഷൻ എന്ന് വിളിക്കും. സാധാരണയായിട്ട് മോണോലിത്തിക് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ് ഉപയോഗിക്കുന്നത്. മോണോലിത്തിക് എന്ന് പറയുന്നത് കല്ല് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിംഗിൾ ചിപ്പ്, അതായത് ഒരു സിലിക്കൺ ഡയോഡ്സ് ഒക്കെയാണ് അധികം വരുന്നത്. ഒരു സിലിക്കൺ കല്ലിലേക്ക് ഈ സർക്യൂട്ടുകളെല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് വെക്കുന്ന ആ ടെക്നോളജിനെയാണ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഫാബ്രിക്കേറ്റിംഗ് ആൻ എൻറ്റയർ സർക്യൂട്ട് ഇൻ എ സിംഗിൾ ചിപ്പ്, സിംഗിൾ ബ്ലോക്ക് ഓഫ് സെമി കണ്ടക്ടർ, ഇറ്റ് ഈസ് കോൾഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്. ക്ലാസ്സിൽ ലാസ്റ്റ് 59 വരെയുള്ളൂ. വീഡിയോ